ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മൈലാപ്പൂരിലെ അത്ഭുത കുരിശ്, മാർത്തോമ സ്ലീവ. ഞാൻ ഇതിൻ്റെ ദൈവശാസ്ത്രം, ഇതിൻ്റെ ചരിത്രം, ഇതിനെതിരെയുള്ള ആരോപണങ്ങൾ, ആ ആരോപണങ്ങളിൽ സത്യം വല്ലതുമുണ്ടോ, ഈ വക കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുകയാണ് ഈ വീഡിയോയിൽ. മാത്രമല്ല, ഈ മാർത്തോമ സ്ലീവായ്ക്ക് നമ്മുടെ ജീവിതത്തിലും ആരാധനാക്രമത്തിലുമുള്ള സ്വാധീനം അല്ലെങ്കിൽ എൻ്റെ പ്രസക്തി, അത് നമുക്ക് ചർച്ച ചെയ്യാം. അതിലേക്ക് കടക്കുന്നതിന് മുൻപ് ഞാൻ എൻ്റെ 2 വ്യക്തിപരമായ അനുഭവങ്ങൾ പങ്കുവയ്ക്കാം. ഒരു ദിവസം എൻ്റെ രൂപതയിൽപ്പെട്ട ഒരു അച്ഛൻ എന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ഏതോ ഒരു പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളായ കുറച്ച് അച്ഛന്മാരും ഉണ്ടായിരുന്നു. ഈ എന്നെ ക്ഷണിച്ച അച്ഛനും മറ്റ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ അച്ഛനും ഈ എന്നെ ക്ഷണിച്ച അച്ഛൻ്റെ വീട്ടിൽ പല പ്രാവശ്യം പോയിട്ടുണ്ട്. അപ്പോൾ ഈ എന്നെ ക്ഷണിച്ച അച്ഛൻ്റെ വീട്ടുകാരെയും അപ്പനും അമ്മയും മറ്റുള്ളവരൊക്കെ നല്ല പരിചയമുണ്ട്. ഞാൻ പക്ഷെ ആ വീട്ടിൽ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പം അങ്ങനെ ഞാനും ഈ എന്നെ ക്ഷണിച്ച അച്ഛനും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ അച്ഛന്മാരും എല്ലാവരും കൂടി ഈ അച്ഛൻ്റെ വീട്ടിലേക്ക് ചെന്നു. മറ്റുള്ളവരൊക്കെ വീട്ടുകാർക്ക് പരിചയമുള്ളതുകൊണ്ട് പിന്നെ അവരെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. എന്നെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഈ അച്ഛൻ, എന്നെ ക്ഷണിച്ച അച്ഛൻ, അച്ഛൻ്റെ മാതാപിതാക്കളോട്, പ്രത്യേകിച്ച് അമ്മയോട് പറഞ്ഞു, ഇത് മാണിപ്പറമ്പിലച്ഛൻ. ഉടനെ തന്നെ ഈ അച്ഛൻ, എന്നെ ക്ഷണിച്ച അച്ഛൻ്റെ അമ്മ പറഞ്ഞു, മാണിപ്പറമ്പിലച്ഛനെ നിങ്ങൾ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഇത് വളരെ വർഷങ്ങൾക്ക് മുമ്പാണ്. ഇങ്ങനെ സമൂഹ മാധ്യമമൊന്നും ഇല്ലാത്തൊരു സമയത്താണ്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 96 മറ്റോ ആണ്, 96 95 ഈ അച്ഛൻ ഈ അച്ഛൻ്റെ അമ്മ പറഞ്ഞു, മാണിപ്പറമ്പിലച്ഛനെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അച്ഛൻ ഈ പള്ളിയിൽ വരികയും അന്ന് മാർത്തോമ സ്ലീഹായെക്കുറിച്ച് അച്ഛൻ പ്രസംഗിക്കുകയും ചെയ്തു. എന്നിട്ട് ഈ അമ്മ ഈ മാർത്തോമ കുരിശിനെ കുറിച്ച് ഞാൻ പ്രസംഗിച്ച കാര്യങ്ങൾ ഒന്നുപോലും വിടാതെ അതിൻ്റെ ദൈവശാസ്ത്രം 1, 2, 3, 4 ഇങ്ങനെ അവതരിപ്പിച്ചു. അപ്പം എന്നെ ക്ഷണിച്ച അച്ഛനും കൂടെയുള്ള സുഹൃത്തുക്കളും അന്തം വിട്ട് നിൽക്കുകയാണ്. അവരെല്ലാം ഈ കുരിശിനോടൊരല്പം ചതുർത്ഥിയുള്ള ആളുകളാണ്. ഈ കുരിശിനെ അങ്ങനെ അംഗീകരിക്കുന്നവരല്ല. പക്ഷെ ഈ അമ്മ, അതൊന്നും ഈ അമ്മയ്ക്കറിയില്ല. അമ്മയുടെ മകനും കൂട്ടുകാരൊക്കെ ഈ കുരിശിനെതിരാണെന്നുള്ള കാര്യമൊന്നും ഈ അമ്മയ്ക്കറിയില്ല. അപ്പം ഈ അമ്മ ഈ മാർത്തോമ സ്ലീഹായെ കുറിച്ചുള്ള സകല ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവര് വളരെ ചടുലമായിട്ട് അവതരിപ്പിച്ചു. അപ്പം ഞാൻ വിചാരിക്കുകയാണ്, ഈ ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ പ്രസംഗം കൊണ്ട് വല്ല കാര്യമുണ്ടോ എന്ന്. ഈ അനുഭവങ്ങളൊക്കെ കേൾക്കുമ്പോഴാണ് ഇതിന് എന്തുമാത്രം സ്വാധീനമാണ് നമ്മുടെ സുവിശേഷ പ്രഘോഷണത്തിനും വചന വ്യാഖ്യാനത്തിനും ഉള്ളത്. മനുഷ്യർ എന്തുമാത്രം ആഗ്രഹത്തോടെ കേൾക്കുക മാത്രമല്ല, അവരുടെ മനസ്സിൽ ഇത് സൂക്ഷിക്കുന്നു. അതിന് ദൈവശാസ്ത്രം കണ്ട് അവർ വിസ്മയിക്കുന്നു. ആ വിസ്മയം അറിവിലേക്ക് നയിക്കുന്നു, അത് പങ്കുവെക്കുന്നു. അതാണ് ഒരു അനുഭവം. മറ്റൊരു അനുഭവം, ഞാൻ വികാരിയായിരുന്ന പള്ളിയിൽ, അപ്പം അവിടെ ഒരു വളരെ കുറച്ചൊരു സ്ഥലം, ഒരു കുരിശടി വെക്കാനുള്ള സ്ഥലം പള്ളിക്ക് റോഡിൻ്റെ സൈഡിലുണ്ട്. അവിടുന്ന് കുറച്ച് ദൂരെ മാറിയിട്ടാണ് പള്ളി. അപ്പോൾ പള്ളി അവിടെ ഉണ്ട് എന്നൊരു സൈൻ വെക്കാനായിട്ട് ഒരു കുരിശടിക്ക് വേണ്ടി സ്ഥലം അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ആ സ്ഥലം മുഴുവൻ വിവിധ പാർട്ടികളുടെ യൂണിയൻകാർ കയ്യേറി അവരുടെ കൊടികൾ, 3-4 പാർട്ടിക്കാരുടെ കൊടികൾ അവിടെ കുത്തിയിരിക്കുകയാണ്. അപ്പം ഞാൻ അതെല്ലാം യൂണിയൻകാരോടും പാർട്ടിക്കാരൊക്കെ സംസാരിച്ച് അതെല്ലാം മാറ്റി അവിടെ ഒരു കുരിശടി സ്ഥാപിച്ചു. കുരിശടി സ്ഥാപിച്ചപ്പോൾ ഞാൻ മാർത്തോമ കുരിശാണ്, അപ്പോൾ സാമാന്യം ഭേദപ്പെട്ട് വലുപ്പമുള്ള തരത്തിലാണ് കുരിശടി വെച്ചിരിക്കുന്നത്. ഈ മാർത്തോമ കുരിശാണ് അതിൻ്റെ സ്ഥാപിച്ചത്. അതിനുമുമ്പ് ഈ ഇടവക്കാരുടെ എന്താണ് ഈ മാർത്തോമ സ്ലീവ എന്ന് കൃത്യമായിട്ട് ഞാൻ അവതരിപ്പിച്ചിരുന്നു. ഈ മാർത്തോമ സ്ലീവ വെച്ചിരിക്കുന്ന കുരിശടി വെഞ്ചരിക്കാനായിട്ട് അന്നത്തെ തൃശ്ശൂർ രൂപതയുടെ മെത്രാപ്പോലിത്ത അഭിമന്യ ജേക്കബ് തൂങ്കഴി പിതാവും എൻ്റെ രൂപതയിലെ മെത്രാൻ ജെയിംസ് പഴയത്തിൽ പിതാവും വന്നിരുന്നു. അങ്ങനെ ഈ കുരിശടിയുടെ വെഞ്ചരിപ്പ് നടക്കുന്ന സമയത്ത് എൻ്റെ ചെവിയിൽ ജെയിംസ് പഴയത്തിൽ പിതാവ് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പറഞ്ഞു, ഈ കുരിശിനോട് ചിലർക്കെല്ലാം എതിർപ്പുണ്ട്. വളരെ സൗമ്യമായിട്ടാണല്ലോ ജെയിംസ് പഴയത്തിൽ പിതാവ് സംസാരിക്കുക. ചിലർക്കെല്ലാം ഈ കുരിശിനോട് എതിർപ്പുണ്ട് എന്ന് പറഞ്ഞു. ഞാനത് ചിരിച്ച് അങ്ങോട്ട് വിടും ചെയ്തു.
ഇത് കഴിഞ്ഞ് ഞാൻ സ്ഥലം മാറിപ്പോയി. പിന്നീട് ഒരു അച്ഛൻ വന്നു. ആ അച്ഛന് കുരിശ കണ്ട ചെകുത്താനെ പോലെയാണ് മാർത്തോമാ ശ്ലീഹ കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ ഇതെങ്ങനെയെങ്കിലും മാറ്റണം എന്നുള്ളതാണ് പുള്ളിയുടെ ചിന്ത. അങ്ങനെ പുള്ളി പല തരത്തിൽ ഇത് മാറ്റാനുള്ള ഈ മാർത്തോമാ ശ്ലീഹ അവിടെ നിന്ന് മാറ്റാൻ സമനം വലിപ്പം നിൽക്കുന്നു. ഒരു 5-6 അടി വലിപ്പമുണ്ട് ഈ കുരിശിന്. പിന്നെ അതിൻ്റെ ബേസും എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ ഈ കുരിശെങ്കിലും മാറ്റണം എന്നുള്ളതാണ് പുള്ളിയുടെ മനസ്സിൽ. അങ്ങനെ പുള്ളി പല പ്രാവശ്യം ശ്രമിച്ചു. ഇങ്ങനെയെല്ലാം ശ്രമിച്ചിട്ട് ജനങ്ങൾ പറഞ്ഞു ഇത് മാറ്റാൻ പറ്റില്ല. കാരണം ഈ കുരിശ് എന്താണെന്നും ഇതിന്റെ ദൈവശാസ്ത്രം എന്താണെന്നും മാണിപ്പറമ്പിലത്ത് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അവസാനം ഈ അച്ഛൻ അദ്ദേഹത്തിന്റെ മുഖം രക്ഷിക്കാൻ വേണ്ടി ഈ മാർത്തോമാ ശ്ലീഹയുടെ മുമ്പിൽ, ഞാൻ പറഞ്ഞൊരു 5-6 അടി വലിപ്പമുള്ള 5-6 അടിക്കാൾ കൂടുതലുണ്ടായിരിക്കാം, അതിന്റെ താഴെ ഒരു ചെറിയ തോമസിന്റെ ചെറിയൊരു രൂപം, ഒരു 1/4 അടിയോ 1 അടിയോ വലിപ്പമുള്ള ചെറിയ രൂപം കൊണ്ടുവച്ച് പുള്ളി അവസാനിപ്പിച്ചു. ഞാനിതെല്ലാം അറിയുന്നത് വർഷങ്ങൾക്ക് ശേഷം. ഞാൻ ആ വഴിക്ക് പോകുമ്പോൾ, കാറിൽ പോകുമ്പോൾ ഈ കുരിശടിയുടെ അവിടെ ചെറിയൊരു തോമസ് രൂപം ഇരിക്കുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതെന്തേ ഇത്ര ചെറിയ രൂപം കൊണ്ടുവച്ചിരിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു. അപ്പോഴാണ് ഇടവക്കാരി കഥയെല്ലാം പറയുന്നത്. അതായത് അദ്ദേഹത്തിന് ഈ കുരിശ് മാർത്തോമാ ശ്ലീഹ എങ്ങനെയെങ്കിലും എടുത്ത് മാറ്റണമെന്നുണ്ടായിരുന്നു. പക്ഷെ ജനങ്ങൾ സമ്മതിക്കാത്തത് കൊണ്ട് അദ്ദേഹം ഈ ഒരു ചെറിയ മാർത്തോമാ ശ്ലീഹ കുരിശ് അവിടെ കൊണ്ടുവച്ച് അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞു. ഇവിടെയും ഞാൻ പറയുന്നത്, ഞാൻ ഒരൊറ്റ പ്രസംഗം ആ ഇടവകയിൽ ഈ മാർത്തോമാ ശ്ലീഹയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. 3 കൊല്ലം ഞാൻ ഇടവകയിൽ ഇരുന്നിട്ടുണ്ട്. ഒരൊറ്റ പ്രാവശ്യം ഈ മാർത്തോമാ ശ്ലീഹയുടെ ദൈവശാസ്ത്രം അവതരിപ്പിച്ചിട്ടുള്ളൂ. എന്നിട്ട് ഇത് സ്ഥാപിക്കുകയും ചെയ്തു. ജനങ്ങൾ അത് ഉൾക്കൊള്ളുകയും അതിന്റെ അർത്ഥം മനസ്സിലാക്കുകയും വേറൊരു അച്ഛൻ അതിനെതിരെ വന്നു കഴിഞ്ഞപ്പോൾ അതിനെ പ്രതിരോധിക്കുകയും ചെയ്തു. അത് പറ്റില്ല, ഇത് മാറ്റാൻ പറ്റില്ല എന്ന് പ്രതിരോധിക്കുകയും ചെയ്തു. ഞാൻ ആവർത്തിക്കുകയാണ്, ഇതെല്ലാം ഞാൻ അറിയുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പോൾ ഈ എന്തുമാത്രം പ്രസക്തമാണ് നമ്മൾ ഈ കുരിശിന്റെ ദൈവശാസ്ത്രം, ശ്ലീഹായുടെ ദൈവശാസ്ത്രം അവതരിപ്പിക്കേണ്ടത്. ജനങ്ങൾ അത് എന്തുമാത്രം തുറന്ന ഹൃദയത്തോടെ സ്വീകരിക്കുക മാത്രമല്ല, ആ വിശ്വാസത്തിന് വേണ്ടി നിലകൊള്ളുകയും അതിനു വേണ്ടി മരിക്കാൻ പോലും തയ്യാറായി നിൽക്കുകയും ചെയ്യുന്നു. ഇത് വലിയ പ്രചോദനമാണ്. അപ്പൊ ഈ 2 അനുഭവങ്ങളും, ഇത് ഞാൻ ഇരിങ്ങാലക്കുട രൂപതക്കാരനാണ്. ഇരിങ്ങാലക്കുട രൂപതയിലുണ്ടായ അനുഭവങ്ങളാണ് ഞാൻ പങ്കുവച്ചത്. ഇരിങ്ങാലക്കുട രൂപതയിൽ ഇപ്പോഴും ഈ കുരിശിനോട് ഇഷ്ടമില്ലാത്ത പലരും ഉണ്ട്. അവരും എറണാകുളം രൂപതയിൽ ഒരുപാട് പേര് ഇതിനെ എതിർക്കുന്നവരുണ്ട്. തൃശ്ശൂർ രൂപതയിലുണ്ട്. അപ്പൊ അവരെല്ലാം ഈ വീഡിയോ നിങ്ങൾ പലതും കേട്ട് കാണും. നിങ്ങൾ ഇതൊന്നും കൂടി കേൾക്കുക. ഇതിന് താഴെ കമന്റ് ഇടുമ്പോൾ ഇല്ലേ, മാനിക്കാൻ കുരിശാണ്, ക്ലാവർ കുരിശാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഈ കമന്റ് ഇടുമ്പോൾ ഇത് കേട്ടതിന് ശേഷം, ഞാൻ പറഞ്ഞത് കേട്ടതിന് ശേഷം നിങ്ങൾക്ക് വിമർശിക്കാം. ഞാൻ പറഞ്ഞതിൽ വസ്തുതാവിരുദ്ധമായി എന്തുണ്ടെങ്കിലും വിമർശിക്കാം. വസ്തുതാവിരുദ്ധമല്ലെങ്കിൽ, സത്യവിരുദ്ധമല്ലെങ്കിൽ വെറുതെ വാക്കുകൾ കൊണ്ട് ഈ കമന്റ് ഇട്ടിട്ട് വിശേഷമില്ല. അത് കാര്യമില്ലല്ലോ, അങ്ങനെയല്ലല്ലോ. ഞാൻ പറഞ്ഞതിൽ ഏതെങ്കിലും വസ്തുതാവിരുദ്ധമോ സത്യവിരുദ്ധമോ അല്ലെങ്കിൽ അതിനകത്ത് ഞാൻ എന്തെങ്കിലും വൈരുദ്ധ്യാത്മകമായിട്ട് പറയുകയോ ഖണ്ഡിക്കുകയോ അങ്ങനെ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാം. ഇല്ലെങ്കിൽ തുറന്ന ഹൃദയത്തോടെ ഈ വീഡിയോ മുഴുവൻ കാണണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. മാത്രമല്ല, നിങ്ങൾ ഇതിന്റെ ദൈവശാസ്ത്രം നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ, അത് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ പരമാവധി പേർക്ക് ഷെയർ ചെയ്ത് ഈ മാർത്തോമാ ശ്ലീഹ എന്നുള്ള നമ്മുടെ എംബ്ലം അതൊരു പൊതു ചിഹ്നമാണ്. മാർത്തോമാ ക്രിസ്ത്യാനികളുടെ, ഭാരത സുറിയാനി ക്രിസ്ത്യാനികളുടെ പൊതു ചിഹ്നമാണ്. അതിനെക്കുറിച്ച് ഞാൻ ആദ്യം തന്നെ പറയട്ടെ. നമുക്ക് ദേശീയ പതാകയുണ്ട്, ഇന്ത്യയുടെ ദേശീയ പതാക. അതുപോലെ എല്ലാ രാജ്യങ്ങൾക്കും ദേശീയ പതാകയുണ്ട്. അതൊരു ചിഹ്നമാണ്, ഒരു പൊതു ചിഹ്നം. ആ പൊതു ചിഹ്നത്തിൽ ഇന്ത്യയുടെ എല്ലാ സംഗതികളും അതിന് ഉൾക്കൊള്ളിച്ചിട്ടുണ്ടോ? ഇല്ല. അതേസമയം ചില സംഗതികളൊക്കെ ഉണ്ട് താനും. പലതരത്തിൽ വ്യാഖ്യാനിക്കാം. പണ്ട് ഒരു ബിരുദൻ ഇതിനൊരു പുതിയ വ്യാഖ്യാനം, ഒരു ക്രിസ്തീയ വ്യാഖ്യാനം കൊടുത്തു. പിന്നീട് അത് ഞാൻ കണ്ടിട്ടില്ല, ഒരു വീഡിയോയിലാണ്. അതായത് മുകളിൽ ഇന്ത്യയുടെ ദേശീയ പതാക മുകളിൽ കാവി, താഴെ പച്ച, നടുക്ക് വെള്ള. ആ വെള്ളയുടെ നടുക്ക് അശോക ചക്രം, അതിന് 24 ആരക്കാലുകൾ. അപ്പോൾ അതിന് ഈ ബിരുദൻ ഒരു ക്രിസ്തീയ വ്യാഖ്യാനം കൊടുത്തു. കാവി ആരെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് നിങ്ങൾക്കറിയാലോ, പച്ച ആരെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് അറിയാലോ. ഈ കാവിയും പച്ചയും വെള്ളയിലേക്ക് വരണം. വെള്ള ആരാണ്? അത് നമ്മളാണ്. അതിന് നടുക്ക് ഈ നീലയുണ്ട്. അതിൽ നീല കളറിൽ 24 ആരചക്രമുണ്ട്. 12 അപ്പസ്തോലന്മാര്, 12 ഗോത്രപിതാക്കന്മാര്, പഴയ ഇസ്രായേൽ, പുതിയ ഇസ്രായേൽ എന്നെല്ലാം പറഞ്ഞിട്ട് ഒരു ക്രിസ്തീയ വ്യാഖ്യാനം കൊടുത്തു. അതാണോ അതിന്റെ വ്യാഖ്യാനം? പക്ഷെ ഒരു ക്രിസ്തീയ വ്യാഖ്യാനമാണത്. പക്ഷെ അതാണോ അതിന്റെ മൗലികമായ വ്യാഖ്യാനം? അല്ല. അപ്പോൾ ഈ മൗലികമായ വ്യാഖ്യാനത്തെ വ്യതിചലിച്ചിട്ട് പലതരത്തിൽ വ്യാഖ്യാനം കൊടുക്കുന്നവരുണ്ടാകാം. ദേശീയ പതാകയെ ഇല്ലേ, അതിന് ഡിസൈൻ ചെയ്തപ്പോൾ
അത് ഇന്ത്യയുടെ ആത്മാവിനെ വെളിപ്പെടുത്തുന്ന ഒരു ചിഹ്നമായിട്ടാണ്. അതിനകത്ത് എല്ലാ കാര്യങ്ങളും ഇല്ല, ഇന്ത്യയെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും അതിനകത്തില്ല. എന്നാൽ ഇന്ത്യയുടെ ആത്മാവിനെ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ത്രിവർണ്ണ പതാക കാണുമ്പോൾ നമുക്കൊരു ഒരു ഭാരതം, ഇന്ത്യ എന്നുള്ള വികാരമുണ്ടാകും. അത് നമുക്കുണ്ടാകുന്നത് ആ ചിഹ്നത്തിലേക്ക് ഈ ഇന്ത്യയുടെ ആത്മാവിനെ സന്നിവേശിപ്പിച്ചിട്ടുള്ളത് കൊണ്ടാണ്. അങ്ങനെ ഇല്ലെങ്കിൽ അതിനെ അവമാനിക്കാൻ നമുക്ക് മടിയുണ്ടാവില്ല. തീർച്ചയായിട്ടും അവമാനിച്ചാൽ അറസ്റ്റ് ചെയ്യപ്പെടും, അത് വേറെ കാര്യം. എങ്കിലും ഉള്ളുകൊണ്ട് റെസ്പെക്ട് ചെയ്യാൻ തോന്നില്ല. നമുക്ക് ദേശീയ ഗാനം പാടുമ്പോഴും അതിനോട് നമുക്കൊരു ആഭിമുഖ്യം ഉണ്ടായിരുന്നു. അത് നിർബന്ധിച്ചപ്പോഴോ സിനിമാ തിയേറ്ററിലൊക്കെ എഴുന്നേറ്റ് പാടണമെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് അതിനോടൊരു എതിർപ്പ് വന്നു. കാരണം എന്താ? അത് നിർബന്ധം മൂലമാണ്. അല്ലാതെ തന്നെ നമുക്ക് ദേശവികാരമുണ്ട്, ദേശീയ വികാരമുണ്ട്. അത് നമ്മൾ അതിന്റെ ഭാരതത്തിന്റെ ഭാഗമായത് കൊണ്ടാണ്, അതിന്റെ ചിഹ്നങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ടുള്ളത് കൊണ്ടാണ്. ഇതുപോലെ ഭാരത സുറിയാനി ക്രിസ്ത്യാനികളുടെ, ഞാൻ ആവർത്തിക്കാന്ന്, ഭാരത സുറിയാനി ക്രിസ്ത്യാനികളുടെ, മാർത്തോമ ക്രിസ്ത്യാനികളുടെ ഒരു പൊതു ചിഹ്നമാണ് മാർത്തോമ സ്ലീവ. മാർത്തോമ സ്ലീവ ഭാരത സുറിയാനി ക്രൈസ്തവരുടെ പൊതു ചിഹ്നമാണ്. ദേശീയ പതാക ഭാരതത്തിന്റെ ഒരു പൊതു ചിഹ്നമായിരിക്കുന്നത് പോലെ ഭാരത സുറിയാനി ക്രിസ്ത്യാനികളുടെ, മാർത്തോമ ക്രിസ്ത്യാനികളുടെ പൊതു ചിഹ്നമാണ് ഈ മാർത്തോമ സ്ലീവ. അതിനൊരു ചരിത്രമുണ്ട്, അതിനൊരു ദൈവശാസ്ത്രമുണ്ട്. ഇപ്പൊ ഈ സഭയില് ഒരു തരം കുരിശല്ല ഉള്ളത്. ഈ ലത്തീൻ സഭയിൽ കാണുന്ന കുരിശ് മാത്രമല്ലല്ലോ ഉള്ളത്, വേറെ ഒരുപാട് തരത്തിലുള്ള കുരിശുണ്ട്. 400ഓളം തരത്തിലുള്ള കുരിശുകൾ സഭയിലുണ്ടെന്നാണ് ഒരു പഠനം. ഞാൻ എന്റെ മേശപ്പുറത്തിരിക്കുന്ന ഒന്ന് രണ്ട് കുരിശുകൾ കാണിച്ചു തരാം. നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് ഈ ഫ്രാൻസിസ്കൻ കുരിശ്. ഇത് വേറൊരാൾ തന്ന ഒരു കുരിശാണ്. ഇതൊക്കെ കുരിശ് തന്നെയാണ്. അപ്പോ വിവിധ, നിങ്ങൾ സന്യാസ സമൂഹങ്ങൾ നോക്കുക, ഇപ്പൊ കർമ്മലിത സന്യാസ സമൂഹം, അല്ലെങ്കിൽ ക്ലാര സന്യാസ സമൂഹം, അല്ലെങ്കിൽ ഏത് സന്യാസ സമൂഹം നോക്കിയാലും അവർക്ക് അവരുടെ ദൈവശാസ്ത്രം, അവരുടെ ചരിത്രമൊക്കെ ഉൾക്കൊള്ളിക്കുന്ന കുരിശ് രൂപങ്ങളുണ്ട്. അപ്പൊ ഓരോ സഭയ്ക്കും കർത്താവ് മരിച്ച കുരിശ് എങ്ങനെയാണെന്ന് നമുക്ക് കൃത്യം കണ്ടെത്താൻ പറ്റുമോ? ഈ വിശുദ്ധ അന്ത്രയോസ് മരിച്ച കുരിശ് ഇങ്ങനെ എക്സ് ആകൃതിയിലാണ്, സെന്റ് ആൻഡ്രൂസ് ക്രോസ് എന്നാ പറയുക. യേശുവിനെ കുരിശിലേറ്റിയ സ്ഥലത്ത് ഇങ്ങനെ അത് വധസ്ഥലമാണ്. അപ്പൊ ഇങ്ങനെ ഈ കുരിശിന്റെ ഇങ്ങനെ നാട്ടിയിരിക്കുകയാണ്. തോളിൽ വെച്ച് കൊണ്ടുപോകുന്ന ഈ ക്രോസ് ബീമാണ് കൊണ്ടുപോയതെന്ന് പറയണു. ഇതൊന്നും കാറ്റഗോറിക്കലായിട്ട് നമുക്ക് തെളിയിക്കാൻ കഴിയില്ല. അപ്പൊ നമുക്ക് ക്രിസ്തു കുരിശിൽ മരിച്ചു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനകത്ത് തർക്കം ഉണ്ടാക്കേണ്ട കാര്യമില്ല, അത്രമാത്രം രേഖകളും തെളിവുകളും ഉണ്ട്. പക്ഷെ അതിന്റെ വളരെയധികം വിശദാംശങ്ങൾ അത് നമ്മുടെ രക്ഷയ്ക്ക് അതൊന്നും പ്രധാനപ്പെട്ടതല്ലാത്തത് കൊണ്ട് അത് എഴുതിയിട്ടില്ല. എന്നാൽ കുരിശിന് മുകളിൽ ഇങ്ങനെ INRI എന്ന് തൂക്കിയിട്ടിരുന്നു. അപ്പൊ നമുക്ക് ബൈബിളിൽ നിന്ന് ഏകദേശം നമുക്ക് കണ്ടെത്താവുന്ന രൂപത്തിലാണ് കുരിശ് നമ്മൾ രൂപപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ അതിലേക്ക് പല ദൈവശാസ്ത്രങ്ങൾ വരണം. ഇനി ആദ്യം തന്നെ കുരിശ് എന്ത് എന്ന് ഞാൻ പറയട്ടെ. കുരിശ് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പൗലോസ് ലീഹായെ തലവെട്ടി കൊല്ലുകയായിരുന്നു. പത്രോസ് ലീഹായെ കുരിശിൽ തല കീഴായി കൊല്ലുകയായിരുന്നു. തോമസ് ലീഹായെ കുന്തം കൊണ്ട് കുത്തിക്കൊല്ലുകയായിരുന്നു. യേശു മരിച്ചാൽ മതിയായിരുന്നോ? പൗലോസ് ലീഹ മരിച്ചതുപോലെ ഇങ്ങനെ ആരും തലവെട്ടി കൊന്നാൽ മതിയായിരുന്നോ യേശുവിനെ? അല്ലെങ്കിൽ എസ്തപ്പാനസിനെ കല്ലെറിഞ്ഞ് കൊല്ലുകയായിരുന്നു. അങ്ങനെ എസ്തപ്പാനസിനെ കൊന്നതുപോലെ യേശുവിനെ കല്ലെറിഞ്ഞ് കൊന്നാൽ മതിയായിരുന്നോ? കല്ലെറിഞ്ഞ് കൊല്ലലാണ് യഹൂദന്മാരുടെ വധശിക്ഷ. യേശു യഹൂദനായിരുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് ഈ കുരിശ് പ്രധാനപ്പെട്ടതായിരിക്കുന്നത്? ചിലര് പറഞ്ഞത് ഈ കുരിശ് പ്രധാനപ്പെട്ടതല്ല, സ്ലീവ പ്രധാനപ്പെട്ടതല്ല എന്നൊക്കെ പറയുന്നത്. പ്രധാനപ്പെട്ടതാണ്. 2 തിരുവചനങ്ങൾ മാത്രം ഞാൻ സൂചിപ്പിക്കും, 3 തിരുവചനങ്ങൾ. ഒന്ന്, യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 14-ാം വാക്യം. മോശെ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടതാണ്. മോശെ മരുഭൂമിയിൽ സർപ്പത്തെ ഒരു പോളില്, ഇങ്ങനെ ഒരു വടിയിൽ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനും ഉയർത്തപ്പെടണം. മനുഷ്യപുത്രൻ ഉയർത്തപ്പെടണം, ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടണം. എന്നിട്ട് യോഹന്നാൻ 18:32 പറയാണ്, ഈ യേശുവിന്റെ വിചാരണ നടക്കുന്ന സമയത്ത് അവര് ചർച്ച ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ തന്നെ കൊണ്ടുപോയി വധശിക്ഷ നടപ്പാക്കിക്കോ എന്ന് പീലാത്തോസ് പറയുമ്പോൾ യഹൂദന്മാര് പറയാണ്, അതിന് വധശിക്ഷ കൊടുക്കാനുള്ള അധികാരം ഞങ്ങൾക്കുണ്ടോ? അവിടെ യോഹന്നാൻ ഒരു കമന്റ് എഴുതിയിരിക്കുകയാണ്. ഇത് പറഞ്ഞത്
താൻ ഏത് വിധത്തിലുള്ള മരണമാണ് കൈവരിക്കാൻ പോകുന്നത് എന്ന് യേശു പറഞ്ഞ തിരുവചനം പൂർത്തിയാകാൻ വേണ്ടിയാണ് സംഭവിച്ചത്. അതായത് യഹൂദന്മാരുടെ വധശിക്ഷ പോലെ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുകയല്ല യേശുവിന് സംഭവിക്കുക, കുരിശിൽ ഉയർത്തപ്പെടുക തന്നെ വേണം. കുരിശിൽ ഉയർത്തപ്പെടുക തന്നെ വേണം. മോശെ മരുഭൂമിയിൽ സർപ്പത്തെ ഒരു കോലിൽ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രൻ കുരിശിൽ ഉയർത്തപ്പെടണം. ഇത് യേശു ഇല്ല, യേശുവിന്റെ തീരുമാനമാണ്. അതിന് കാരണമുണ്ട്. ആ കാരണം പത്രോസിന് 1-ാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായം 24-ാം വാക്യത്തിൽ ഒന്നുകൂടി വെളിപ്പെടുത്തിയിട്ടുണ്ട്. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് വേണ്ടി ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് മരത്തിൽ കയറി. ചില തർജ്ജമയിൽ കുരിശിൽ കയറി എന്നാണ്. പക്ഷേ പത്രോസ് ഉപയോഗിച്ച വാക്ക് ക്സീലോൺ എന്നാണ്. ക്സീലോൺ. ഡെൻഡ്രോൺ എന്നൊരു വാക്കുണ്ട് ഗ്രീക്കില്, അതിന് വൃക്ഷം എന്നർത്ഥം. ക്സിയൂൽ എന്ന വാക്കിന് മരം അല്ലെങ്കിൽ തടി എന്നർത്ഥം, ചത്ത തടി. അപ്പൊ നമുക്ക് ഒന്നുകൂടി നോക്കുക. 1 പത്രോസ് 2:24. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് വേണ്ടി ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് മരത്തിൽ കയറി. നമുക്കൊന്നുകൂടി നോക്കാം. ഈ കുരിശ് ഇങ്ങനെ ലംബനയുള്ള ആ തടി, അത് ഇല്ലേ, ഈ നമുക്ക് നോക്കുകയാണെങ്കിൽ വടക്ക് തെക്ക് കുറുകനെയുള്ള തടി, പടിഞ്ഞാറ് കിഴക്ക്, 4 ദിശകളിലേക്കും. ദൈവശാസ്ത്രപരമായി പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് സ്വർഗം വരെ. പിന്നെ യേശുക്രിസ്തുവാണ് ആ കുരിശിൽ കിടക്കണേ. നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ കൈകൾ നിർത്തിയാൽ ഏതാണ്ട് കുരിശ് പോലെയല്ലേ. നിക്കോസ് കസന്തസാക്കിസ് അങ്ങനെ പറയുന്നുണ്ട്, നമ്മൾ കൈകൾ വിരിച്ചാൽ കുരിശായിരിക്കും. അപ്പോൾ ഈ കുരിശിന് 4 ഡയമെൻഷൻ ഉണ്ട്. സവിശേഷമായി ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് വെച്ചിരിക്കുന്ന ഗോവണി പോലെയാണത്. അപ്പോൾ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് നമ്മെ കൊണ്ടുപോവുക എന്നുള്ളതാണ് രക്ഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വശം. പാപമോചനം അതിന്റെ ആദ്യത്തെ ഘട്ടം മാത്രമാണ്, ഇല്ലേ. അവൻ 1ാമത് വന്നു, അവന്റെ ആദ്യത്തെ ആഗമനം അത് പാപത്തെ കൈകാര്യം ചെയ്യാൻ. അവൻ വീണ്ടും വരും, തന്നെ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി. തന്നെ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി അവൻ വീണ്ടും വരണം. അപ്പോൾ ആദ്യത്തെ ആഗമനം പാപത്തെ കൈകാര്യം ചെയ്യാനാ. 2ാമത്തെ ആഗമനമാണ് രക്ഷയെ കൈകാര്യം ചെയ്യാൻ. ഇത് ഹെബ്രായ ലേഖനം 9:28. ഞാൻ ഒന്നുകൂടി പറയാ. അവൻ വന്നു, പാപത്തെ കൈകാര്യം ചെയ്തു. അവൻ വീണ്ടും വരും, തന്നെ ആകാംക്ഷപുറം കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി. ഈ നമ്മൾ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടായ്മയാണ് എന്ന് ചിലർ പറഞ്ഞു നടക്കുന്നുണ്ട്. അങ്ങനെയല്ല. അത് രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവരുടെ കൂട്ടായ്മയാണ്. കൂട്ടായ്മ. രക്ഷ എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. ഒരു നിമിഷത്തിൽ മാത്രം നടക്കുന്നതല്ല. ഒരു നിമിഷത്തിൽ തുടങ്ങും, പിന്നെ അത് പ്രോസസ്സാണ്. അങ്ങനെയെങ്കിൽ ഈ കുരിശുമരണം എന്ന് പറയുന്ന അത് ഈ തടിയിൽ ഉയർത്തപ്പെടുക എന്ന് പറയുന്നത് സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടുന്നതിന് തുല്യമാണ്. യേശു കുരിശിലേക്ക് ഉയർത്തപ്പോൾ നമ്മുടെ പാപങ്ങൾ ചുമന്നുകൊണ്ട് അവൻ മരത്തിലേക്ക് കയറി. അങ്ങനെ അവൻ സ്വർഗത്തിലേക്ക് കയറി. നമ്മുടെ പാപങ്ങൾ കുരിശിൽ വെച്ച് കത്തിച്ച് കളഞ്ഞ്, അല്ലേ, അവന്റെ ബലിയോടുകൂടി കത്തിച്ച് കളഞ്ഞ് നമ്മെ സ്വർഗത്തിലേക്ക് ഉയർത്തുകയാണ്. ഇതിനെയാണ് പൗരോഹിത്യം എന്ന് പറയണേ. പുരോഹിതന്മാർ എന്താ ചെയ്യുന്നത്? ക്രിസ്തുവിനോട് ചേർന്ന് ക്രിസ്തുവില് ഈ ചിലർ വിചാരിക്കുന്നത് പൗരോഹിത്യം എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ 100,000 പുരോഹിതന്മാരുണ്ടെന്നാണ്. ഇല്ല. കത്തോലിക്ക സഭയിൽ ഒരൊറ്റ പുരോഹിതനേ ഉള്ളൂ. ഒരൊറ്റ പുരോഹിതൻ. കൈമാറ്റം ചെയ്യാൻ പറ്റാത്ത പൗരോഹിത്യമുള്ള ഒരൊറ്റ പുരോഹിതനേ ഉള്ളൂ. അത് യേശുക്രിസ്തുവാണ്. നമ്മൾ വൈദികർ പുരോഹിതന്മാരെന്ന് വിളിക്കുന്നവര് ശരിക്കും പുരോഹിതന്മാരല്ല. അവര് ഈ ഏക പുരോഹിതന്റെ ശുശ്രൂഷകരാണ്, മിനിസ്റ്റേഴ്സ്. അതുകൊണ്ട് എന്നെ വിളിക്കുന്നത് മിനിസ്റ്റീരിയൽ പ്രീസ്റ്റ്ഹുഡ് എന്നാണ്. മിനിസ്റ്റീരിയൽ പ്രീസ്റ്റ്, ശുശ്രൂഷ പൗരോഹിത്യം. യേശുക്രിസ്തുവിന്റെ സ്ഥാനത്ത് നിന്ന് യേശുക്രിസ്തുവിന് വേണ്ടി യേശുക്രിസ്തുവിന്റെ വാക്കുകൾ ഉച്ചരിച്ച് യേശുക്രിസ്തുവിന്റെ ഉത്ഥാനവും പരിശുദ്ധാത്മാവിന്റെ വരവും, ഇത് അവന്റെ വാക്കുകൾ അവന് വേണ്ടി ഉച്ചരിക്കാൻ എന്നെ നിർത്തിയിരിക്കുകയാണ്. ഇതാണ് അഭിഷേകം. അപ്പോൾ ഒറ്റ പുരോഹിതനേ ഉള്ളൂ. അവന്റെ പൗരത്വം കൈമാറ്റം ചെയ്യാൻ പറ്റില്ല, അതിന്റെ ആവശ്യമില്ല. ഒരൊറ്റ പുരോഹിതൻ മതി. ആ പുരോഹിതൻ ശുശ്രൂഷകരെ നിയമിച്ചിട്ടുണ്ട്. മിനിസ്റ്റേഴ്സ്. ഇത് കത്തോലിക്ക സഭയുടെ മതബോധനം ഞാൻ പറയണേ. അപ്പൊ നമ്മളൊക്കെ ഈ പുരോഹിതന്മാർ പറയുന്നത് മിനിസ്റ്റേഴ്സ് ആണ്. ഏക പുരോഹിതന്റെ മിനിസ്റ്റേഴ്സ്. അവന്റെ പൗരോഹിത്യം കൈമാറ്റം ചെയ്യപ്പെടുകയല്ല. അവന്റെ പൗരോഹിത്യം അവന് വേണ്ടി നിർവഹിക്കാൻ അവൻ ശുശ്രൂഷകരെ അഭിഷേകം ചെയ്തിരിക്കുകയാണ്. അവന്റെ പൗരോഹിത്യത്തിലേക്ക് ഉൾച്ചേർത്തിയിരിക്കുകയാണ്. കൈമാറ്റം ചെയ്യല്ല, ഉൾച്ചേർത്തുകയാണ്.
ഇത് തിരുവചനങ്ങൾ കൃത്യമായി മനസ്സിലാക്കാതെ അതിന്റെ വ്യാഖ്യാനം മനസ്സിലാക്കാതെയാണ് ഈ ആരോപണങ്ങൾ ഉന്നയിക്കണേ. പഠിക്കാൻ അവർ തയ്യാറല്ലല്ലോ. പോട്ടെ, ഞാനിങ്ങനെ ഡൈഗ്രഷൻസ് പറയുന്നത് പലരും കമന്റുകളുമായിട്ട് വരുമ്പോൾ അതിന് ഉത്തരം കൊടുക്കുന്നതാണിത്. നമ്മുടെ ഓരോ വീഡിയോസും അതിനു മുമ്പുള്ളതിനൊക്കെയുള്ള ഉത്തരങ്ങൾ കൂടിയാണ്. നിങ്ങൾ ഈ കമന്റുകൾക്കുള്ള ഉത്തരം കൂടിയാണ് ഞാൻ നൽകുന്നത്. ചുരുക്കത്തിൽ കുരിശു മരണം, യേശു കുരിശിൽ തന്നെ മരിക്കണമായിരുന്നു. കഴുത്ത് വെട്ടി കൊല്ലുകയോ കല്ലെറിഞ്ഞ് കൊല്ലുകയോ കുന്തം കൊണ്ട് കുത്തി അതൊന്നും പറ്റില്ല. കാരണം എന്താണ്? അതിനൊന്നും ഈ പറഞ്ഞ ഡയമെൻഷൻസ് ഇല്ല. സ്വർഗത്തിലേക്ക് ഉയർത്തുന്ന ഡയമെൻഷൻ ഇല്ല. ലോകത്തെ മുഴുവൻ ആലിംഗനം ചെയ്യുന്ന ഡയമെൻഷൻ ഇല്ല. അപ്പൊ വെറുതെ അങ്ങ് മരിച്ചാൽ പോരായിരുന്നു യേശു. അവന്റെ മരണം പ്രതീകമാണ്, യാഥാർത്ഥ്യമാണ്, പ്രതീകമാണ്, രണ്ടുമാണ്. യാഥാർത്ഥ്യത്തിന്റെ പ്രതീകമാണ്. അവന്റെ മരണത്തിന്റെ പ്രതീകാത്മകത അവതരിപ്പിക്കുന്നതാണ് ഈ സ്ലീവ എന്ന് പറയണേ. അതുകൊണ്ട് തന്നെ സ്ലീവ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഈ മരിക്കാനുള്ള ഒരു ഉപകരണം മാത്രമല്ല, രക്ഷയുടെ പ്രതീകാത്മകത സജീവമായിട്ട് നിലനിർത്തുന്ന ഒരു ചിഹ്നം കൂടിയാണ്. അതുകൊണ്ട് ആണ് അവൻ ഏത് വിധം മരിക്കണമെന്ന് പോലും ദൈവം തന്നെ നിശ്ചയിച്ചത്. തീർച്ചയായിട്ടും അവനെ കൊന്നവർക്ക് ഉത്തരവാദിത്വമുണ്ട്. പക്ഷേ ആരും അത് എന്നിൽ പിടിച്ചെടുക്കുകയല്ല, ഞാനത് സ്വയമേവ സമർപ്പിക്കുകയാണ്. അങ്ങനെ സ്വയമേവ സമർപ്പിച്ചത് കൊണ്ട്, സ്നേഹത്തോടുകൂടി സമർപ്പിച്ചത് കൊണ്ടാണ് അക്രമത്തിന്റെ പ്രവൃത്തി, ആ കുരിശ് സ്നേഹത്തിന്റെ പ്രവൃത്തിയായി രൂപാന്തരപ്പെട്ടതും നമ്മുടെ അക്രമത്തെ തന്നെ അവൻ അക്രമത്തിന്റെ അവസാനത്തെ മട്ടുവരെ യേശു തന്നെ കുടിച്ച് അക്രമത്തെ സ്നേഹം കൊണ്ട് രൂപാന്തരപ്പെടുത്തി. ഇതാണ് കുരിശ്. മനുഷ്യന്റെ അക്രമത്തെ അവന്റെ സ്നേഹം കൊണ്ട് സ്വയമേവ ആ അക്രമത്തിന് വിധേയപ്പെട്ട് ആ അക്രമത്തെ അവൻ അതിന്റെ മട്ടുവരെ സ്വയം കുടിച്ച് അവൻ ദൈവമായതുകൊണ്ട് ആ സ്നേഹത്തിന്റെ പ്രവൃത്തിയിൽ അക്രമത്തെ രൂപാന്തരപ്പെടുത്തി. അതാണ് ഈ കുരിശ് എന്ന് പറയുന്നത്. കുരിശിന്റെ ദൈവശാസ്ത്രം അതാണ്. ക്രിസ്തുധർമ്മ പ്രവേശിക എന്ന പുസ്തകത്തിൽ ബെനഡിക്ട് മാർപ്പാപ്പ ഇതിന്റെ വളരെ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് വായിക്കാം. പലരും കയ്യിൽ ആ പുസ്തകം ഉണ്ടല്ലോ. ചുരുക്കത്തിൽ കുരിശ് എന്ന് പറയുന്നത് വെറും ഒരു മരിക്കാനുള്ള കൊല്ലാനുള്ള ഉപകരണമല്ല, മറിച്ച് അത് രക്ഷയുടെ പ്രതീകം തന്നെയാണ്. അലക്സാണ്ട്രിയയിലെ ക്ലെമന്റ് പറയുന്നത് ഇത് മിശിഹായുടെ അടയാളമാണെന്നാണ്. ആഗസ്തീനോസ് പറയുന്നത് ഇത് കർത്താവിന്റെ അടയാളമാണെന്നാണ്. ആഗസ്തീനോസ് വീണ്ടും പറയുന്നത് ക്രിസ്ത്യാനികളെ കുരിശിന്റെ ഭക്തർ എന്നാണ് വിളിച്ചിരുന്നത്, സ്ലീവായുടെ ഭക്തർ എന്നാണ് വിളിച്ചിരുന്നത്. കുരിശിന്റെ മതക്കാർ എന്നാണ് ടേർട്ടുല്യൻ പറയണേ. ഇവരെല്ലാം സഭാപിതാക്കന്മാരെ നോക്കണേ. ഈ ആദ്യകാലങ്ങളിൽ സഭാപിതാക്കന്മാർ പറയാണ് മിശിഹായുടെ അടയാളമാണ് ഈ സ്ലീവ, കർത്താവിന്റെ അടയാളമാണ് കുരിശ്. ക്രിസ്ത്യാനികള് കുരിശിന്റെ ഭക്തരാണ്, കുരിശിന്റെ മതക്കാരാണ്. ടേർട്ടുല്യൻ പറയണു ക്രിസ്ത്യാനികള് കുരിശിന്റെ മതക്കാരാണ്. അതുകൊണ്ട് കുരിശ് വരയ്ക്കരുത്, കുരിശ് പാടില്ല എന്നെല്ലാം പറഞ്ഞ് നടക്കുന്നവര് ക്രിസ്ത്യാനികളല്ല. അവർക്ക് എന്താണ് ക്രിസ്തുവെന്നോ, എന്താണ് കുരിശെന്നോ, എന്താണ് വചനമെന്നോ, എന്താണ് ഈ രഹസ്യങ്ങളുടെ അർത്ഥമെന്നോ അറിയില്ല. ചില വചനങ്ങൾ അവർ കാണാപാഠം പഠിച്ചിട്ടുണ്ട്, അതിങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നു എന്നല്ലാതെ അവർക്ക് ഈ വക കാര്യങ്ങളൊന്നും അറിയില്ല. ഇതൊക്കെ അറിയണമെങ്കിൽ സഭാപിതാക്കന്മാരൊക്കെ വായിക്കണം. അവർക്കൊരു സഭാപിതാക്കന്മാരില്ലല്ലോ. അവര് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് എവിടെയോ ജനിച്ചു ഉണ്ടായിന്ന് പറയണേ. എന്നിട്ട് അവരാണ് സത്യക്രിസ്ത്യാനിയും സത്യസഭാനം പറഞ്ഞ് നടക്കുകയാണ്. എന്തായാലും ഉത്തരം പറയുക. ഇനി നമുക്ക് മാർത്തോമ സ്ലീവയിലേക്ക് വരാം. സ്ലീവ എന്ന വാക്കിന് തടിയെന്ന അർത്ഥമുണ്ട്. പക്ഷെ അതിനേക്കാളും പ്രധാനപ്പെട്ട അർത്ഥം ക്രൂശിതൻ എന്നാണ്. കുരിശിലേറിയവൻ. ഒരാളെയാണ് സ്ലീവ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുരിശ് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ അതൊരു തടിയാണ്. പക്ഷെ സ്ലീവ എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്. തടി എന്ന അർത്ഥമുണ്ട്, പക്ഷേ കുരിശിലേറിയവൻ. നമ്മുടെ പള്ളികളിലെ കപ്പ്യാരിമാരെ പറയുന്നൊരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ സ്ലീവ കുരിശ് എടുക്കടാ. സ്ലീവ കുരിശ് അതെന്താണ്? തൂങ്ങപ്പെട്ട രൂപമുള്ള കുരിശ്, അതാണ് സ്ലീവ കുരിശ്. അല്ലെങ്കിൽ സ്ലീവാന്ന് മാത്രം പറഞ്ഞാലോ? സ്ലീവാന്ന് മാത്രം പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്. കുരിശിലേറിയവൻ, കുരിശ്. സ്ലീവ കുരിശ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക കുരിശാണ്. അതായത് തൂങ്ങപ്പെട്ട രൂപമുള്ള കുരിശ്. സ്ലീവയുണ്ട്, കുരിശുണ്ട്. അതാണ് സ്ലീവ കുരിശ്. സ്ലീവ എന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് ക്രൂശിതനുള്ള ഇല്ലേ കുരിശ്. സ്ലീവ എന്ന വാക്കിന് ക്രൂശിതൻ, കുരിശിലേറിയവൻ, കുരിശിൽ മരിച്ചവൻ എന്നർത്ഥം. അതാണ് പ്രഥമമായ അർത്ഥം സ്ലീവ. അതുകൊണ്ട് നമ്മൾ കുരിശ് എന്നതിനേക്കാൾ സ്ലീവ എന്ന വാക്കാണ് സുറിയാനി ക്രിസ്ത്യാനികൾ ഉപയോഗിക്കുക. ക്രൂശിതൻ എന്ന അർത്ഥത്തിലാണ് സ്ലീവ് എന്ന വാക്ക് ഉപയോഗിക്കുന്നതും, തടി എന്ന അർത്ഥത്തിലല്ല. പക്ഷെ തടിയും പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. യേശുവാണ് ക്രൂശിതൻ എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ.
പൗരസ്ത്യ സഭകളിലും പാശ്ചാത്യ സഭകളിലും ഈ കുരിശിനെ ഊറാൽ അണിയിക്കുന്ന കർമ്മമുണ്ട്. ഈ ഞാൻ കുരിശ് ഉപയോഗിക്കുകയാണ്. അച്ഛന്മാർ ഉപയോഗിക്കുന്ന ഊറാലുണ്ടല്ലോ, അതിങ്ങനെ കുരിശിനെ അണിയിക്കും, സവിശേഷമായി പെസഹക്കാലത്ത്. പാശ്ചാത്യ സഭയിലുണ്ട്, പൗരസ്ത്യ സഭകളിലാണ് തുടങ്ങിയത്, അതിപ്പോ പാശ്ചാത്യ സഭയിലുമുണ്ട്. അപ്പോൾ കുരിശനെ ഊറാല അണിയിക്കുന്നു. ഊറാറ എന്ന് പറഞ്ഞാല് ഊറാറ എന്ന് പറഞ്ഞാല് പുരോഹിത വസ്ത്രമാണ്. യേശുവിന്റെ തോളിൽ ഒരു പ്രാർത്ഥന കുപ്പായം ഉണ്ടായിരുന്നു, അതിന്റെ ചെറിയ രൂപമാണ് ഈ ഊറാറ എന്ന് പറയുന്നത്. ആ ഊറാറ അത് കുരിശിൽ അണിയിക്കുന്നതിന് കാരണം ഈ സ്ലീവയെ ക്രൂശിതനായിട്ട് യേശുവായിട്ടാണ് സങ്കല്പിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഊറാർ അണിയിക്കുന്നത്, കുരിശിനെ ഊറാർ അണിയിക്കുന്നത്. മാർ സ്ലീവ എന്നാണ് ചിലപ്പോൾ വിളിക്കുക നമ്മൾ. മാർ സ്ലീവ. മാർ എന്ന് പറഞ്ഞാൽ ലോർഡ്, കർത്താവ്, കർത്താവായ യേശു. മാർ സ്ലീവ എന്ന് പറഞ്ഞാൽ കർത്താവായ ക്രൂശിതനായ കർത്താവായ യേശു എന്നർത്ഥം. സ്ലീവ് എന്ന വാക്കിന് അതാണ് മാർ സ്ലീവ് എന്നാ പറയാ. മാർ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ഒരാളെ സൂചിപ്പിക്കാനാ. മാർ ജെയിംസ് പഴയാറ്റിൽ അല്ലേ, അങ്ങനെയല്ല ആ വാക്ക്. അപ്പൊ മാർ എന്ന് പറഞ്ഞാല് ഈ ഒരാളെ ഉദ്ദേശിച്ചാണ്. മാർ സ്ലീവ എന്ന് പറയുമ്പോൾ കർത്താവായ ക്രൂശിതൻ, കർത്താവായ യേശു, ക്രൂശിതനായ കർത്താവ് എന്നാണ് അർത്ഥം. ഈ സ്ലീവ ലോകത്തെ മുഴുവൻ ഭരിക്കുന്നു. അതിനാൽ സ്ലീവ എന്ന് പറഞ്ഞാൽ മരമല്ല, മരത്തിലേറിയവനാണ്. സ്ലീവ നിങ്ങളെ ഇടയന്മാരായി നിയമിച്ചിരിക്കുന്നു. അങ്ങനെയൊക്കെയാണ് നമ്മുടെ പ്രാർത്ഥനകളിൽ കാണുന്നത്. സ്ലീവ ലോകത്തെ മുഴുവൻ ഭരിക്കുന്നു. ആ സ്ലീവയുടെ മുകളിൽ എഴുതിയിരിക്കുന്നത് ജീസസ് ദ നാസറൻ അല്ലേ, യേസുസ് നസ്രേനുസ് റെക്സ് യദയോരം, ജീസസ് ദ നാസറൻ കിങ് ഓഫ് ദ ജ്യൂസ്. അതിന്റെ ഹീബ്രുവിലും അത് എഴുതിയിരുന്നു, ലത്തീനിലും എഴുതിയിരുന്നു. ഹീബ്രുവിന്റെ ചുരുക്കരൂപം നോക്കുകയാണെങ്കിൽ യാഹ്വേ എന്ന് കിട്ടും. യാഹ്വേയായ കർത്താവ് ലോകം മുഴുവൻ ഭരിക്കുന്നു. സ്ലീവ ലോകത്തെ മുഴുവൻ ഭരിക്കുന്നു. ആ മരമല്ലല്ലോ, മരവും മരത്തിൽ കിടക്കുന്നവനും ഒരുമിച്ചാണ്. അതുകൊണ്ടാണ് അത് മുകളില് ഇൻട്രി എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. അതിന്റെ ഓർമ്മയ്ക്ക് നമ്മൾ ഇൻട്രി അപ്പം ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഈ ഇൻട്രി INRI ആണ് ഇൻട്രി അപ്പം. സ്ലീവ നിങ്ങളെ ഇടയന്മാരായി നിയമിച്ചിരിക്കുന്നു. ആര്? ക്രൂശിതനായ കർത്താവ് എന്നർത്ഥം. ചുരുക്കത്തിൽ സ്ലീവ എന്ന വാക്കാണ് നമുക്ക് കൂടുതൽ ദൈവശാസ്ത്രപരമായി ആഴമുള്ളതും നമ്മൾ ഉപയോഗിച്ച് ശീലമുള്ളതും. തോമസ് ലീഗ ഇന്ത്യയിൽ വന്നു എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ്, ഒരുപാട് തെളിവുകൾ ഞാൻ മുമ്പ് ഹാജരാക്കിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് എന്താണ്? മൈലാപ്പൂരിലുള്ള ആ കബറിടവും ആ കബറിടത്തിന് മുകളിലുള്ള ബസിലിക്കയും. ലോകത്ത് ഒരു രാജ്യത്തും തോമസ് ലീഗയുടെ പേരിൽ ഒരു കബറിടമില്ല, അതിന് മുകളിൽ ഒരു ബസിലിക്കയുമില്ല. 3 അപ്പസ്തോലന്മാരുടെ കബറിടത്തിന് മുകളിലാണ് ബസിലിക്ക ഉള്ളത്. ഒന്ന് പത്രോസിന്റെ കബറിടം, പിന്നെ ഒന്ന് സ്പെയിനിൽ യാക്കോബിന്റെ. അത് യാക്കോബ് അവിടെ പോയി എന്നുള്ളതിനേക്കാളും അതിനുള്ള തെളിവുകളെ 10 ഇരട്ടി തെളിവുകളെങ്കിലും തോമസ് ലീഗ ഇന്ത്യയിൽ വന്നതിനുണ്ട്. യാക്കോബ് സ്പെയിനിൽ പോയി എന്ന് പറയുന്നതിന്റെ അതിനുള്ള തെളിവുകളുടെ 10 ഇരട്ടിയോ 15 ഇരട്ടിയോ 100 ഇരട്ടിയോ തോമസ് ലീഗ ഇന്ത്യയിൽ വന്നതിന് തെളിവുകളുണ്ട്. അങ്ങനെ തോമസ് ലീഗയുടെ പേരിൽ കബറിടം, തോമസ് ലീഗ മരിച്ച സ്ഥലത്ത് കബറിടം, അവിടെ ഒരു ബസിലിക്ക. ലോകത്ത് ഒരു രാജ്യത്തും തോമസ് ലീഗയുടെ പേരിൽ ഒരു കബറിടമില്ല, ഇന്ത്യയിലും അല്ലാതെ. അതാണ് ഏറ്റവും വലിയ തെളിവ്. അതൊരു ചെറിയൊരു തെളിവല്ലല്ലോ. പിന്നെ തോമസ് ലീഗയുടെ തലയോട്ടി ഗ്രീസില് പാത്മോസിലുണ്ട്. അസ്ഥി പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ടുണ്ട്. അതിനെല്ലാം കാരണങ്ങളുണ്ട്. അതൊന്നും ഇപ്പൊ ചർച്ച ചെയ്യേണ്ട വേദിയല്ല ഇത്. അപ്പൊ മാർ തോമസ് ലീഗയുടെ കബറിടത്തിൽ മുദ്രിതമായിരിക്കുന്ന കുരിശാണ് ഈ മാർത്തോമ കുരിശ്. ഈ കുരിശാണ് അവിടെ മാർ തോമസ് ലീഗയുടെ കബറിടത്തിൽ മുദ്രിതമായിരിക്കുന്നത്. മാർ തോമസ് ലീഗയുടെ പൈതൃകമുള്ള എല്ലാ സഭകളും അംഗീകരിച്ചതും ഉപയോഗിക്കുന്നതും ഈ മാർ തോമസ് ലീഗയാണ്. വെളിപാടിന്റെ പൂർണ്ണത ആലേഖനം ചെയ്യപ്പെട്ട ഒരു കുരിശാണിത്. വെളിപാടിന്റെ പൂർണ്ണത, അതായത് പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്, ത്രിത്വമുണ്ട്, പരിത്രാണ കർമ്മമുണ്ട്, കാൽവരിയുണ്ട്, മരണമുണ്ട്, ഉത്ഥാനമുണ്ട്, സഭയുണ്ട്. അത് ജീവിക്കുന്ന കുരിശാണ്, ജീവിക്കുന്ന വചനമായ കുരിശാണ്, വളരുന്ന വചനമായ കുരിശാണ്, സ്ലീവയാണ്. ഇതൊക്കെ നമുക്ക് ചെറുതായിട്ടൊന്നത് കണ്ടുപോകാം. നമുക്ക് നോക്കുക, 3 പടികൾ. ഞാനിത് വരച്ചു തുടങ്ങിയതിനും പൂർത്തിയാക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് അത്രയുണ്ട് ഭംഗിയില്ല. ഒരു കോട്ട അടിക്കാൻ പറ്റിയുള്ളൂ. കുറെ നാൾ മുമ്പ് തുടങ്ങിയതാണ്, പക്ഷേ ഒരു ദിവസം ഇത് ചെയ്ത് വെച്ചു, പിന്നെ ഇത് പൂർത്തിയാക്കാൻ സമയം കിട്ടിയില്ല. അതുകൊണ്ട് ഇച്ചിരി ഭംഗി കുറവുണ്ടെങ്കിലും പഠനത്തിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുക. 3 പടികൾ.
നിങ്ങൾ പരമ്പരാഗത പള്ളികൾ കണ്ടാൽ മനസ്സിലാകും. കെസ്ത്രോമയിൽ നിന്ന് മധുബഹയിലേക്ക് 3 പടികളാണ്. 3 പടികൾ കത്തോലിക്ക സഭയിൽ ഉപയോഗിക്കുന്നത് കാൽവരിയുടെ പടവുകളായിട്ടാണ്. കാൽവരി ഗാഗുൽത്തായുടെ 3 പടവുകളായിട്ടാണ്. ഈ ഗാഗുൽത്ത മലയിലാണ്, കാൽവരി മലയിലാണ് സഭ ഉത്ഭവിച്ചത്. സഭയുടെ ഉത്ഭവം അവിടെയാണല്ലോ. അവന്റെ പാർശ്വത്തു നിന്ന് വെള്ളവും രക്തവും ഒഴുകി, മാമോദിസയും കുർബാനയും ഒഴുകി. ആ മാമോദിസായിലും കുർബാനയിലുമാണ് സഭ പിറന്നു വീണത്. മാമോദിസായിലും കുർബാനയിലുമാണ് സഭ പിറന്നു വീണത്, വെള്ളത്തിലും രക്തത്തിലും. ഒരു ശിശു രക്തത്തിലും വെള്ളത്തിലും ജനിക്കുന്നത് പോലെ യേശുവിന്റെ പാർശ്വം പിളർന്ന് രക്തത്തിലും വെള്ളത്തിലും സഭ എന്ന ശിശു പിറന്നു വീഴുകയാണ്. അതുകൊണ്ട് തന്നെ സഭയുടെ ദർപ്പണമാണ് ഗാഗുൽത്ത എന്നാണ് മാർ അപ്രേം വിശുദ്ധൻ പറയുന്നത്. വിശുദ്ധ എഫ്രേം പറയുന്നത് സഭയുടെ ദർപ്പണമാണ് ഈ ഗാഗുൽത്ത. ഈ 3 പടവുകൾ കയറി അവിടെ ചെല്ലുമ്പോൾ ഗാഗുൽത്തയാണ്, അവിടെയാണ് സഭ ജനിച്ചു വീണത്. ആ സഭയുടെ ആദ്യത്തെ പതിപ്പും അവിടെ തന്നെയുണ്ട്. കുരിശിലേക്ക് നോക്കി നിൽക്കുന്ന യേശുവിന്റെ അമ്മയും യേശു സ്നേഹിച്ച ശിഷ്യനും. മറിയവും യോഹന്നാനും നല്ല എഴുതിയിരിക്കുന്നത് യേശുവിന്റെ അമ്മയും യേശു സ്നേഹിച്ച ശിഷ്യനും എന്നാണ് അവർ എഴുതിയിരിക്കുന്നത്. യേശുവിന്റെ അമ്മയും യേശു സ്നേഹിച്ച ശിഷ്യനും അവർ ചേരുന്നതാണ് സഭ, കത്തോലിക്ക സഭ. അപ്പൊ സഭയുടെ ചെറിയൊരു പതിപ്പാണ് അവിടെ. അതാണ് യേശുവിന്റെ അമ്മയും യേശു സ്നേഹിച്ച ശിഷ്യനും. അങ്ങനെയുള്ള ആ ഗാഗുൽത്തായുടെ പ്രതീകമാണ് ഈ 3 ചുവടുകള്, 3 പടവുകള്. മാപ്രേം വീണ്ടും പറയാണ്, സത്യത്തിന്റെ ഉയരങ്ങളെയാണ് ഈ ഗാഗുൽത്ത പ്രതിനിധാനം ചെയ്യുന്നത്. നമ്മൾ നേരത്തെ കണ്ടല്ലോ, സ്വർഗത്തിലേക്ക് ഉയരുക, അത് സത്യത്തിന്റെ ഉയരങ്ങളാണ്. സത്യത്തിന്റെ ഉയരങ്ങള് ഇപ്പൊ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരു 7-8 അടി ഉയരമുള്ളൂ ഈ ഒരു കൊച്ചു കുന്നാണ് ഈ ഗാഗുൽത്ത. പക്ഷേ യെറൂസലം തന്നെ സമുദ്രനിരപ്പിൽ നിന്ന് വളരെ ഉയർന്നാണ്. അതുകൊണ്ട് യെറൂസലമിലേക്ക് കയറിപ്പോകുക എന്നാ പറയുക, പോകുക എന്നല്ല, കയറിപ്പോകുക. ഗോ അപ്പ്, ഗോ അപ്പ്, അസെൻഷനാണ്, മുകളിലേക്ക് കയറുകയാണ്. അപ്പൊ ഗാഗുൽത്തായിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ അത് സത്യത്തിന്റെ ഉയരങ്ങളിലേക്കുള്ള യാത്രയാണ്. അങ്ങനെ സത്യത്തിന്റെ ഉയരങ്ങളെയാണ് ഗാഗുൽത്ത പ്രതിനിധാനം ചെയ്യുന്നതെന്ന് മാർ എഫ്രേം പറയുന്നു. ആരാധനക്രമം, ലിറ്റർജി എന്ന് പറഞ്ഞ ആരാധനക്രമം ഗാഗുൽത്തയെയും പറുദീസയെയും തമ്മിൽ ബന്ധിപ്പിക്കുകയാണ്. പറുദീസയെയും ഗാഗുൽത്തയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ തിരുക്കർമ്മത്തെയാണ് ലിറ്റർജി എന്ന് പറയുന്നത്, ആരാധനക്രമം എന്ന് പറയുന്നത്. അതിനാൽ പറുദീസയിലെ ജീവവൃക്ഷം, ഇതിലേക്ക് നമുക്ക് വീണ്ടും വരാം. പറുദീസയിലെ ജീവവൃക്ഷം, ആ ജീവവൃക്ഷത്തിന്റെ രീതിയിലാണ് ഈ കുരിശ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ഈ കാൽവരിയുടെ 3 പടവുകൾ, ഗാഗുൽത്തയുടെ 3 പടവുകൾ, അതിന് മുകളിൽ ജീവവൃക്ഷമായിട്ട് ഈ കുരിശിനെ സംവിധാനം ചെയ്തിരിക്കുക, ജീവവൃക്ഷമായിട്ട്. നമുക്ക് അതിലേക്ക് ഇച്ചിരി കഴിഞ്ഞിട്ട് ഒന്നുകൂടി വിശദമായിട്ട് വരാം. അതേസമയം ഈ ഗാഗുൽത്ത പറുദീസയിൽ തന്നെ മറ്റൊരു വൃക്ഷമുണ്ട്. നന്മത്തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ കനി ഇല്ലേ, ആ അറിവിന്റെ വൃക്ഷമുണ്ട്. ആ പറുദീസയില് ഫലം, അറിവിന്റെ വൃക്ഷത്തിലെ ഫലം നീട്ടപ്പെട്ടു, വൃക്ഷം മനുഷ്യന് മരണം നൽകി. ഗാഗുൽത്തായിൽ കൈ നീട്ടപ്പെട്ടു, സ്ലീവ മനുഷ്യന് ഉത്ഥാനം അഥവാ നിത്യജീവൻ പ്രദാനം ചെയ്തു. അതിനാൽ കാൽവരി അല്ലെങ്കിൽ ഗാഗുൽത്ത എന്ന് പറയുന്നത് പറുദീസയാണ്. അവിടെ ഈശോ പുതിയ ആദാം, അവസാനത്തെ ആദാമാണ്. ഇതാണ് സഭാപിതാക്കന്മാരുടെ വ്യാഖ്യാനം. എന്ത് മനോഹര വ്യാഖ്യാനമാണ്! എത്രമാത്രം ബൈബിളിൽ അടിത്തറയിട്ട വ്യാഖ്യാനമാണ്. അപ്പോൾ ഗാഗുൽത്തായുടെ പ്രതീകമാണ് ഈ 3 പടികള്. ആ ഗാഗുൽത്തായും പറുദീസയും തമ്മിൽ ഒരു ബന്ധം സ്ഥാപിക്കുന്നതാണ് ആരാധനക്രമം. ആ ആരാധനക്രമത്തില്, ഈ ലിറ്റർജിയില് ആ ഗാഗുൽത്തായും പറുദീസയും തമ്മിൽ ബന്ധം സ്ഥാപിക്കുമ്പോൾ ഉടനെ നമുക്ക് ഓർമ്മ വരുന്നത് ഒന്ന് ജീവന്റെ വൃക്ഷവും മറ്റൊന്ന് അറിവിന്റെ വൃക്ഷവുമാണ്. അറിവിന്റെ വൃക്ഷത്തില് എന്താണ് സംഭവിച്ചത്? പറുദീസയില് ഫലം നീട്ടപ്പെട്ടു. ഈ അറിവിന്റെ വൃക്ഷത്തിന്റെ ആ വൃക്ഷം മനുഷ്യന് മരണം നൽകി. ഗാഗുൽത്തായില് കൈ നീട്ടപ്പെട്ടു, സ്ലീവ, അത് മരത്തിൽ തന്നെയാണ്, പക്ഷെ സ്ലീവ നീട്ടപ്പെട്ടു. സ്ലീവ മനുഷ്യന് നിത്യജീവൻ, പുനരുത്ഥാനം പ്രദാനം ചെയ്തു. അതിനാൽ ഗാഗുൽത്ത പറുദീസയാണ്, യേശു പുതിയ ആദാമാണ്. ഇതാണ് സഭാപിതാക്കന്മാരുടെ വ്യാഖ്യാനം. സവിശേഷമായിട്ട് ഈ എഫ്രേം തിരുമേനി വിശുദ്ധന്റെ ഈ ഇലകള്, ഇപ്പുറത്തുള്ള ഇലകള്, ഇതിന് വേറൊരു അർത്ഥം കൂടിയുണ്ട്, അത് നമുക്ക് അവസാനം ചർച്ച ചെയ്യാം. ഈ ഇലകള്, ഈ പറുദീസയുടെ 3 പടികളുടെ മുകളിലുള്ള ഇലകള്,
അത് തോട്ടം, പറുദീസ എന്ന് പറഞ്ഞ തോട്ടം, ഏദൻ തോട്ടത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ഗാഗുൽത്തായും തോട്ടമായിരുന്നുവെന്ന് യോഹന്നാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 19 അധ്യായം 41 വാക്യം. അത് ഈ ഗാഗുൽത്ത അക്കാലത്ത് ഒരു തോട്ടമായിരുന്നു. മനുഷ്യജീവൻ ആരംഭിച്ചത് പറുദീസ അല്ലെങ്കിൽ ഏദൻ എന്ന് പറയുന്ന തോട്ടത്തിലാണ്. ആ തോട്ടത്തിനോട് ചേർത്ത് കൊണ്ടാണ് പുതിയ ആദാമായ യേശു ഒരു തോട്ടത്തിലാണ് ഇല്ലേ. അവനെ ക്രൂശിച്ചതിന് തൊട്ടടുത്തൊരു തോട്ടമുണ്ടായിരുന്നു. അവിടെ ഒരു കല്ലറയുണ്ടായിരുന്നു. ആരെയും സംസ്കരിക്കാത്ത കബരിടം അവിടെ സംസ്കരിക്കപ്പെട്ടതാണ്. അപ്പൊ ഗാഗുൽത്ത ഒരു തോട്ടമായിട്ടാണ് യോഹന്നാൻ അവതരിപ്പിച്ചിരിക്കുന്നത്. ഏദൻ തോട്ടത്തിന്റെ ഒരു പ്രതീകമാണത്, പറുദീസയുടെ പ്രതീകം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ സംഗതിയല്ലോ, ജീവന്റെ വൃക്ഷം. ഈ ഏദൻ തോട്ടത്തിൽ ജീവന്റെ വൃക്ഷം ഉണ്ടായിരുന്നു. ആ ജീവന്റെ വൃക്ഷത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണ് ഈ സ്ലീവ. വെളിപാട് ഗ്രന്ഥത്തിൽ 2-ാമത്തെ അധ്യായം പറയുന്നത് വിജയം വരിക്കുന്നവന്, വെളിപാട് ഗ്രന്ഥം 2:7, വിജയം വരിക്കുന്നവന് ജീവന്റെ വൃക്ഷത്തിൽ നിന്നുള്ള കനി കൊടുക്കുമെന്നാണ്. ജീവന്റെ വൃക്ഷത്തിലുള്ള കനി എന്ന് പറഞ്ഞാല് നിത്യജീവൻ. വെളിപാട് പുസ്തകം തന്നെ 22-ാമത്തെ അധ്യായം 1-2 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത്, ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം, ആ സിംഹാസനം തൊട്ട് താഴെ നിന്ന് ഒരു അരുവി ഉടലെടുക്കുന്നു. ദൈവം, കുഞ്ഞാട്, അരുവി, പരിശുദ്ധ തൃത്വം. ആ അരുവിയുടെ കരകളിലും ഈ അരുവിയുടെ കരകളിലും ജീവനദിയുടെ കരകളിലും ജീവന്റെ വൃക്ഷം. പക്ഷെ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എന്താണെന്ന് അറിയാമോ? സിയുലോൺ സോയേസ് എന്നാണ് ഗ്രീക്കിലെ. സിയുലോൺ ഞാൻ നേരത്തെ പറഞ്ഞ വാക്കാണത്. തടി അല്ലെങ്കിൽ മരം എന്നാണ് അർത്ഥം. വേറൊരു വാക്കുണ്ട് ഗ്രീക്കില് വൃക്ഷം എന്ന അർത്ഥത്തില്, ഡെൻഡ്രോൺ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ജീവനുള്ള വൃക്ഷം, വെട്ടാത്തത്, ഭൂമിയിൽ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നത്. സിയുലോൺ എന്ന് പറഞ്ഞാൽ തടിയാണ്, ടിമ്പർ, തടി, വുഡ്, ആ മരം. അങ്ങനെയാണ് സിയുലോൺ എന്ന വാക്കിനർത്ഥം. അപ്പൊ ജീവന്റെ വൃക്ഷം എന്നതിന് ഡെൻഡ്രോൺ സോയേസ് എന്ന് പറഞ്ഞാൽ ജീവൻ, നിത്യജീവൻ. ഡെൻഡ്രോൺ സോയേസ് എന്ന് പറയാതെ സിയുലോൺ സോയേസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ജീവൻ നൽകുന്ന വൃക്ഷം ഒരു തടിയാണ്. ആ വാക്കാണ് നമ്മൾ നേരത്തെ കണ്ട 1 പത്രോസ് 2:24 തടിയിൽ കയറി. നമ്മുടെ പാപം വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറുന്നതിന് പകരം തടിയിൽ കയറി. അതാണ്, ആ തടിയാണ് ജീവന്റെ വൃക്ഷം. നമുക്ക് ജീവൻ നൽകുന്ന വൃക്ഷം ഒരു തടിയാണ്. സ്ലീവ എന്ന് പറയുന്നത് ഈ തടിയും ആ തടിയിൽ കിടക്കുന്നവനുമാണ്. ചുരുക്കത്തില് ഞാൻ പറഞ്ഞല്ലോ, ബൈബിളിലെ ഏതാണ്ട് എല്ലാ പ്രധാനപ്പെട്ട പ്രമേയങ്ങളും ഇങ്ങനെ സന്നിവേശിപ്പിച്ചിരിക്കുന്ന ഒരു വലിയ പ്രതീകമാണ് ഈ മാർത്തോമാ സ്ലീവ. അപ്പോ പറുദീസായിലെ ജീവവൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കാൻ നൽകും, വെളിപാട് 2:7. അത് കുരിശാണ്. തോട്ടം, ഏദൻ തോട്ടം, അത് സൃഷ്ടികർമ്മത്തെ പ്രതിനിധാനം ചെയ്യുന്നു. ആരാ സൃഷ്ടികർമ്മം ചെയ്തത്? ദൈവം തമ്പുരാൻ. അപ്പോ ദൈവപിതാവ്, ഏദൻ തോട്ടം, പറുദീസ, ജീവവൃക്ഷം, അറിവിന്റെ വൃക്ഷം. അതിലെ കോൺട്രാസ്റ്റ് അവിടെ യേശു എന്ന രക്ഷകൻ, ജീവവൃക്ഷമായവൻ, തടിയായവൻ. ഇങ്ങനെയുള്ള എല്ലാ സംഗതികളും ഉൾച്ചേർത്തിരിക്കുകയാണ്. കൂട്ടത്തിൽ ഏദൻ തോട്ടത്തില് മനുഷ്യനെ ആക്കുമ്പോൾ എന്താ പറഞ്ഞത്? തോട്ടം കൃഷി ചെയ്യാനും അത് സംരക്ഷിക്കാനും മനുഷ്യന്റെ നിയോഗമാണ്. പരിസ്ഥിതി ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പറഞ്ഞ ഈ ഇലകള് ചിത്രീകരിച്ചുകൊണ്ട്, ഏദൻ തോട്ടം അവതരിപ്പിച്ചുകൊണ്ട് മനുഷ്യന്റെ നിയോഗവും അവിടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ സ്രഷ്ടാവായ ദൈവം, രക്ഷകനായ ദൈവം, ഇങ്ങനെ ബൈബിളിൽ ആദ്യത്തെ ബൈബിളിൽ തിരുനട തുറക്കുമ്പോൾ ഉള്ള സംഗതികൾ മുഴുവൻ പ്രതീകങ്ങളായി ഒരൊറ്റ ചിഹ്നത്തിലേക്ക് ഉൾച്ചേർത്തിരിക്കുകയാണ്, സന്നിവേശിപ്പിച്ചിരിക്കുകയാണ് ഈ മാർത്തോമാ സ്ലീവായിൽ. നമുക്ക് സ്വാഭാവികം ചോദിക്കും, എന്തുകൊണ്ടാണ് യേശുവിന്റെ കുരിശിലും ഇങ്ങനെ കുരിശിലേറിയ അത് ചിത്രീകരിക്കാത്തത്? നമുക്കൊരു ചോദ്യം, വളരെ പെട്ടെന്ന് ചോദ്യം ഉത്തരം കിട്ടും. കുരിശുമരണം എന്ന് പറയുന്നത് ഒരു പൗരസ്ത്യ രീതി റോമ സാമ്രാജ്യത്തിലേക്ക് അഡോപ്റ്റ് ചെയ്തതാണ്. റോമൻ പൗരന്മാരല്ലാത്ത അടിമകളെയും കുറ്റവാളികളെയും കൊല്ലാനായിട്ട് ഒരുപാട് പേരെ കുരിശിലേറ്റ് കൊന്നിട്ടുണ്ട്. കുരിശിലേറി മരിച്ചു എന്നതുകൊണ്ട് മാത്രം ആ കുരിശിന് അല്ലെങ്കിൽ കുരിശുമരണത്തിന് പ്രസക്തി വരുമോ? ഇല്ല. കുരിശുമരണത്തിന് പ്രസക്തി വരുന്നത് 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, നമ്മൾ പറയുന്ന കുരിശിലേറി മരിച്ചവൻ സ്ലീവ, അതായത് യേശു ക്രിസ്തു, ദൈവം മനുഷ്യനായ ആളാണ്. ദൈവം മനുഷ്യനായ ആള്, പാപമില്ലാത്ത പരിപൂർണനായ എല്ലാം തികഞ്ഞ മനുഷ്യൻ. ആ ദൈവം മനുഷ്യനായ ആളായതുകൊണ്ട് എല്ലാ മനുഷ്യരുടെയും പാപങ്ങൾ അവനിലേക്ക് എടുത്ത് അത് ചുമന്നു കൊണ്ടുപോയി അത് ബലിയായിട്ട് കുരിശിൽ ബലി അർപ്പിക്കാൻ അവന് കഴിഞ്ഞു.
അപ്പൊ അവന്റെ കുരിശമരണം എന്ന് പറയുന്നത് സാധാരണ ഒരു കുറ്റവാളിയുടെ കുരിശമരണം പോലെയല്ല. അതാണ് ഒന്നാമത്തെ അർത്ഥം. രണ്ട്, അവനങ്ങനെ മരിച്ച് തീർന്നു പോയാൽ അല്ലേ, അവിടെ വെച്ചൊരു ഈ ബലിയൊക്കെ തന്നെ അത് തീർന്നു വിചാരിക്കുക. അപ്പോൾ ഭൂതകാലത്ത് നടന്നൊരു ചെറിയ ഒരു സംഭവം മാത്രമായിട്ട് അത് അവശേഷിക്കും. ഇന്ന് പ്രസക്തി ഉണ്ടാകാൻ സാധ്യത കുറവാണ്. ഇന്നും പ്രസക്തി ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അവൻ മരിച്ചവന് ഉത്ഥാനം ചെയ്തു. എങ്ങനെ? ശരീരത്തോടു കൂടി ഉത്ഥാനം ചെയ്തു. ശരീരത്തോടു കൂടി ഉത്ഥാനം ചെയ്തു. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ കല്ലറയിൽ യേശുവിനെ വെച്ച കബറിടത്തിൽ അവന് ശരീരം ഉണ്ടായിരുന്നില്ല, തുണികളെ ഉണ്ടായിരുന്നുള്ളൂ. യോഹന്നാൻ സുവിശേഷം 20-ാമത്തെ അധ്യായം 1 മുതൽ 8 വരെ നമുക്ക് വായിക്കാം. യോഹന്നാൻ 20, 1 മുതൽ 8 വരെ. ഞാൻ മുമ്പ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് കാസ 3 പ്രാവശ്യം മുട്ടിക്കുന്നതും അതിനു മുമ്പ് ഈ ശോശപ്പ കൊണ്ട് മൂടുന്നതും ഒക്കെ. അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഈ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 1 മുതൽ 8 വരെ വാക്യങ്ങളെ പിന്തുടർന്നുകൊണ്ടാണ് സീറോ മലബാർ സഭയിലും മലങ്കര സഭയിലും അത് ചെയ്യുന്നത്. അപ്പോൾ ആ കബറിടത്തിൽ യേശുവിന് ശരീരമില്ല, തുണികളേ ഉള്ളൂ. ശരീരത്തോടു കൂടി അവൻ ഉത്ഥാനം ചെയ്തു. ശൂന്യമായ കല്ലറ വളരെ പ്രധാനപ്പെട്ടതാണ് യേശുവിന്റെ ഉത്ഥാനത്തില്. ശൂന്യമായ കുരിശ് അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് വെറും ശൂന്യമല്ല, അതിലേക്ക് നമ്മൾ വരികയാണ്. ഇത് വെറുതെ ശൂന്യമായി കിടക്കുകയല്ല. ഈ കബറിടം, യേശുവിന്റെ കബറിടം പോലെ ശൂന്യമായി കിടക്കുകയാണ്. അതിന്റെ അടുത്തൊരു പ്രതീകം കൂടി മനസ്സിലാക്കുമ്പോഴാണ് ഇതിന്റെ പൂർണ്ണമായ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകുക. അപ്പോൾ യേശു കുരിശിൽ മരിച്ചത് കൊണ്ട് മാത്രം രക്ഷയാകുന്നില്ല. നമ്മളെ ജീവന്റെ അടുത്ത ഘട്ടത്തിലേക്ക്, അതായത് അന്തിമഘട്ടത്തിലേക്ക്, പുനരുത്ഥാനം എന്ന് പറയുന്ന ജീവന്റെ അവസാന ഘട്ടത്തിലേക്ക്, അതായത് നമുക്കൊരു ഉദാഹരണം വേണമെങ്കിൽ സസ്യജീവൻ, മൃഗജീവൻ, മനുഷ്യജീവൻ, നിത്യജീവൻ. അപ്പൊ ജീവന്റെ ഒരു പരിണാമമുണ്ട്. അവസാനത്തത് നിത്യജീവനാണ്. സസ്യജീവൻ, മൃഗജീവൻ, മനുഷ്യജീവൻ ഒരു ഘട്ടത്തിലേക്ക് കടന്നാലല്ലേ ജീവന്റെ പരിണാമം അതിന്റെ പൂർണ്ണതയിലെത്തുള്ളൂ. ആ പൂർണ്ണതയിലെത്തുന്ന നിത്യജീവൻ എന്ന് പറയുന്ന, പുനരുത്ഥാനം എന്ന് പറയുന്ന ആ ജീവന്റെ, പുതിയ ജനുസിലുള്ള ജീവന്റെ നമ്മുടെ ശരീരത്തിന് പുതിയ തരത്തിൽ ജീവിക്കാനുള്ള ഒരു ഇടം, അതാണ് ഈ സ്വർഗം എന്ന് പറയുന്നത്, നിത്യജീവൻ എന്ന് പറയുന്നത്. അത് യേശു ഉദ്ഘാടനം ചെയ്തു മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്തുകൊണ്ട്. ഉത്ഥാനം ചെയ്തതോ ശരീരത്തോടു കൂടെയാണ്. ശരീരമുണ്ട്, എന്നാൽ ഭൗതിക ശരീരത്തിന്റെ പരിമിതികളില്ല. ജനലും വാതിലൊക്കെ അടച്ചാലും അവന് വരാം. പക്ഷേ അവന് ഭൂതമല്ല താനും. ഭൂതത്തിന് ശരീരമില്ലല്ലോ, എനിക്ക് ശരീരമുണ്ടല്ലോ എന്നെല്ലാം കർത്താവ് പറയുന്നുണ്ട്. ചുരുക്കത്തിൽ ശരീരത്തോടു കൂടി ഉയർത്തു, എന്നാൽ ഭൗതിക പദാർത്ഥത്തിന്റെ പരിമിതികളില്ല. അങ്ങനെയുള്ള ശരീരത്തോടു കൂടി ഉയർത്തവൻ കല്ലറയിൽ ആ ശരീരം രൂപാന്തരപ്പെട്ടു പോകുകയാണ്. അത് തന്നെയാണ് ഈ കുരിശ്. ആ ശൂന്യമായ കല്ലറയുടെ പ്രതീകമാണ് ഈ മാർത്തോമാ ശ്ലീഹ. അവിടെ അവന്റെ ശരീരമില്ല, പക്ഷെ അവൻ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഉയർത്തില്ലായിരുന്നെങ്കിൽ ഈ കുരിശ് വെറും ശിക്ഷയുടെ ഉപകരണമായി അധപതിച്ചേനെ. ഇപ്പൊ അത് രക്ഷയുടെ ഉപകരണമായി നിൽക്കുന്നത് ഈ കുരിശിൽ മരിച്ചവൻ, ആ ശ്ലീഹ, അവൻ ഉത്ഥാനം ചെയ്തതുകൊണ്ട്. അതുകൊണ്ടാണ് ഈ ക്രൂശിത രൂപം അത് ഈ മാർത്തോമാ ശ്ലീഹായിൽ ഇല്ലാത്തത്. ചുരുക്കത്തിൽ ശൂന്യമായ കല്ലറയും ഉത്ഥാനം ചെയ്ത യേശുവിനെയും വളരെ ഭംഗിയായിട്ട് ആവിഷ്കരിക്കുന്ന ഒരു ചിഹ്നമാണ് മാർത്തോമാ ശ്ലീഹ. സഹനത്തിനും അതുവഴി ഉളവായ എല്ലാ ഫലങ്ങൾക്കും അവര് പഴയ കാലത്ത് ശ്ലീഹ എന്നാണ് പറഞ്ഞിരുന്നത്. തീയോദോറിന്റെ വാക്കുകളാണ്. സഹനത്തിനും കുരിശുമരണത്തിനും അതുവഴി ഉളവായ എല്ലാ ഫലങ്ങൾക്കും അക്കാലത്ത് ശ്ലീഹ എന്ന വാക്ക് ഉപയോഗിച്ചിരുന്നേ. ശ്ലീഹ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ദൈവശാസ്ത്രങ്ങളൊക്കെ ഉൾച്ചേരുന്ന ഒരു വാക്കാണ്. എല്ലാം ഒറ്റ വാക്കിൽ അവതരിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ബെനഡിക്ട് 16 മാർപ്പാപ്പ ഇടയ്ക്കിടയ്ക്ക് കോട്ട് ചെയ്യുന്നൊരു പണ്ഡിതനുണ്ട്, യുഗ്മാൻ. ആരാധനക്രമത്തെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വാക്കുകളാണ് അന്തിമം. അദ്ദേഹം പറയാണ്, ഈ യുഗ്മാൻ പറയാണ്, ആദ്യ നൂറ്റാണ്ടുകളിൽ സഭ ഉപയോഗിച്ച കുരിശിൽ യേശുവിന്റെ രൂപം ഇല്ലായിരുന്നു. ആദിമ നൂറ്റാണ്ടുകളിൽ സഭ ഉപയോഗിച്ച കുരിശിൽ യേശുവിന്റെ രൂപമില്ലായിരുന്നു. കുരിശ് അതുണ്ടായിരുന്നു, എന്നാൽ അത് തേജസ്സിന്റെ മഹത്വീകൃത രൂപത്തിലായിരുന്നു അവതരിപ്പിച്ചത്. അല്ലാതെ യേശു കുരിശിൽ മരിച്ചു കിടക്കുന്നതായിട്ടല്ല, മഹത്വീകൃതനായിട്ട്, അതായത് ഉത്ഥാനം ചെയ്തു പോയി. ആ രീതിയിലാണ് അവതരിപ്പിച്ചിരുന്നത്. ഈ യുഗ്മാൻ എന്ന് പറഞ്ഞാൽ വളരെയധികം പഠനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു പണ്ഡിതനാണ്. ഞാൻ പറഞ്ഞല്ലോ, ആരാധനക്രമം സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ വാക്കുകളായിരുന്നു അവസാനം. അത്രമാത്രം അറിവുള്ള മനുഷ്യനാണ്. ബെനഡിക്ട് മാർപ്പാപ്പ അദ്ദേഹത്തെ കോട്ട് ചെയ്യുന്നതിന് കാരണം അതാണ്. വിജയ ചിഹ്നം പോലെയാണ് ഇത് ആലേഖനം ചെയ്തത്. അദ്ദേഹം പറയാണ്,
എന്നാൽ ക്രൂശിതനായ ക്രിസ്തുവിനെ അതിൽ ചേർക്കാനായിട്ട് പലയിടത്തും തുടങ്ങിയപ്പോൾ റോമായിലെ ചിത്രകലയിലും അത് സ്ഥാനം പിടിച്ചു. രാജാവിന്റെ സിംഹാസനമാണ് കുരിശ്. രാജാവിന്റെ സിംഹാസനം. അതിനാൽ മുൾക്കിരീടമല്ല, രാജകീയ കിരീടമാണ് ഈ കുരിശിൽ ഉണ്ടായിരുന്നേ. മുൾക്കിരീടമല്ല, രാജകീയ കിരീടം. രാജകീയ കച്ച കുരിശിലുണ്ട്. രാജകീയ കച്ച അവൻ ശരീരത്തിൽ ഉത്ഥാനം ചെയ്ത് കാണിക്കാൻ. ശൂന്യമായ കബറെടുത്തുള്ളതുപോലെ ഈ രാജകീയ കച്ച സ്ലീവായിലുണ്ടായിരുന്നു. അവന്റെ പാദപ്പെടുത്ത് നിൽക്കുന്ന സഭ പ്രത്യാശയോടെ അവനിലേക്ക് നോക്കുന്നു. അപ്പോഴോ യഹൂദന്റെ സിനഗോഗ് എന്ന് വെച്ചാൽ യഹൂദന്മാര് നാണത്തോടെ പുറംതിരിഞ്ഞു പോകുന്നു. ഇത് യുഗ്മാന്റെ വാക്കുകളാണ്. എന്ന് വെച്ചാൽ പണ്ട് കാലത്തുള്ള കുരിശിലൊന്നും തന്നെ ക്രൂശിതരൂപം ഉണ്ടായിരുന്നില്ല. പിന്നീട് ചിത്രകലയ്ക്ക് പ്രാധാന്യം വന്നു തുടങ്ങിയപ്പോഴാണ് ഈ കർത്താവ് കിടക്കുന്ന ഭക്തിയുടെ അതിപ്രസരം, ദൈവശാസ്ത്രം മാറി ഭക്തി വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന കർത്താവ്. അത് മോശമൊന്നുമല്ല. ഞാൻ എത്രയോ ചിത്രങ്ങൾ വരച്ചിരിക്കുന്നു. മോശമൊന്നുമല്ല. പക്ഷേ ഇതിന് ഇതിൻ്റെതായ ദൈവശാസ്ത്രമുണ്ട്, അതിന് അതിൻ്റെതായ ദൈവശാസ്ത്രമുണ്ട്. ഒന്ന് മറ്റൊന്നിനെ നിരാകരിക്കല്ല, പൂരകമാണ്. പക്ഷെ ഇതിനെ നിഷേധിച്ചുകൊണ്ടല്ല അതിനെ നമ്മൾ ആശ്ലേഷിക്കേണ്ടത്. ഇറാഖിൽ നിന്നും കണ്ടെടുത്ത 2-ാം നൂറ്റാണ്ടിലെ കല്ലറകളില് സ്ലീവ ആലേഖനം ചെയ്തിട്ടുണ്ട്. ഞാൻ കുരിശിന്റെ പുകഴ്ചയുടെ സെപ്റ്റംബർ 14 കുരിശിന്റെ പുകഴ്ചയുടെ അന്ന് വളരെ ദീർഘമായിട്ട് കുരിശിനെ കുറിച്ച് പറഞ്ഞിരുന്നു. യഹൂദന്മാരും കുരിശ് ഒരു അടയാളം ഉപയോഗിച്ചിരുന്നതൊക്കെ അതൊക്കെ നിങ്ങൾ കേൾക്കുക. ആദിമസഭ സ്ലീവായെ, അതായത് സ്ലീവായിൽ മരിച്ച ഉയർത്തെഴുന്നേറ്റ മിശിഹായെ വിജയത്തിന്റെ ആളായിട്ടാണ് കണ്ടിരുന്നത്. അതിനാൽ തന്നെ സ്ലീവായിൽ തൂങ്ങിക്കിടക്കുന്ന ഈശോയെ അവർ ചിത്രീകരിച്ചില്ല. ശൂന്യമായ സ്ലീവായും ശൂന്യമായ കല്ലറയും അവർക്ക് ഉത്ഥിതന്റെ സജീവ പ്രതീകങ്ങളാണ്. ഇനി ഇതിന്റെ അഗ്രങ്ങളില് ഇവിടെയൊക്കെ ഇല്ലേ ഈ മുകുളങ്ങള് വിരിയാൻ പോകുന്ന മുട്ടുപോലെ. ഈ ഇടയ്ക്കൊന്ന് പറയട്ടെ, ഈ ഇവിടത്തെ ഇങ്ങനെ മുറിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചീട്ടിലെ ക്ലാവർ പോലെ തോന്നിക്കുമെന്ന് പറഞ്ഞിട്ടാണ് ചിലതിന് ക്ലാവർ കുരിശ് എന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്നത്. അവർ ക്രിസ്ത്യാനികളാണോ? അവർക്ക് ഇതിനോട് വെറുപ്പുണ്ട് അല്ലെങ്കിൽ എതിർപ്പുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ കുരിശിനെ അവമാനിക്കാമോ? കുരിശിന്റെ എതിരാളികളല്ലേ അവര്? ക്ലാവർ കുരിശെന്നൊക്കെ പറഞ്ഞതിനെ അവമാനിക്കാമോ? അവർക്ക് ചരിത്രം അറിയില്ല, ദൈവശാസ്ത്രം അറിയില്ല. കുരിശിനെ അവമാനിക്കുന്ന അവര് കുരിശിന്റെ ശത്രുക്കളാണ്. കോറിന്തോസ് സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞ പോലെ അവർ കുരിശിന്റെ ശത്രുക്കളാണ്. നമുക്കൊരു എതിർപ്പുള്ള ഒരാളോട് പോലും അങ്ങനെയൊന്നും പറയാൻ പാടില്ലല്ലോ. നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളും ഇതുപോലെ കളിയാക്കാൻ പാടുണ്ടോ? ക്ലാവർ കുരിശെന്ന് പറഞ്ഞ് കളിയാക്കുന്നത് ഈ ഇത്രയും ഭാഗം മാത്രം കണ്ടുകൊണ്ടാണ്. അത് ചെയ്യുന്നത് ശരിയല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിങ്ങനെ മൊട്ടുകളാണ് അഗ്രങ്ങളിൽ. ഞാൻ നേരത്തെ പറഞ്ഞു, വെളിപാട് പുസ്തകം 22-ാം അധ്യായം 1-2 വാക്യങ്ങള്, ദൈവത്തിന്റെ ഈ കുഞ്ഞാടിന് സിംഹാസനം, അതിന് തൊട്ട് താഴെന്ന്, ആ സിംഹാസനം തൊട്ട് താഴെന്ന് ജീവജലത്തിന്റെ അരുവി, അതിന്റെ ഇരു കരകളിലും ജീവവൃക്ഷം, അതിന്റെ 12 മാസം അത് കായ്ക്കുന്നു ഫലങ്ങള്, അതിന്റെ ഇലകള് ജനതകളുടെ രോഗശാന്തിക്ക് വേണ്ടിയുള്ളതാണ്. 12 മാസവും ഫലം തരുന്ന ജീവവൃക്ഷം, ആ ഫലം തരുന്ന മുകുളങ്ങളായിട്ടാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. ഫലങ്ങള്. അപ്പോ ജീവന്റെ വൃക്ഷം എന്നുള്ളതിന് കുറച്ചുകൂടി അർത്ഥം വരികയാണ്. കുരിശ് ജീവന്റെ വൃക്ഷം നമ്മൾ കണ്ടു കഴിഞ്ഞു, അതിനുപയോഗിച്ച വാക്കുകളും കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഈ ജീവിക്കുന്ന തടിയാണ്, ജീവിക്കുന്ന സ്ലീവയാണ്, ജീവിക്കുന്ന വൃക്ഷമാണ്, ജീവവൃക്ഷമാണ് ഈ യേശുക്രിസ്തു എന്ന ആ സത്യം കുറച്ചുകൂടി ഇങ്ങനെ ആവിഷ്കരിച്ചിരിക്കുകയാണ് ഈ മുകുളങ്ങള് ഇല്ലേ. ജീവിക്കുന്ന വചനം, ജീവിക്കുന്ന സ്ലീവ, ആ അർത്ഥമാണ് കൊടുക്കുന്നത്. അപ്പൊ ചത്തൊരു തടിയല്ല സ്ലീവ, ജീവിക്കുന്ന യേശുവാണ്. അവൻ ഫലം ചൂടുന്നു 12 മാസവും. അവന്റെ ഇലകള്, അതിന്റെ ഇലകള്, ജീവവൃക്ഷത്തിന്റെ ഇലകള് ജനതകളുടെ രോഗശാന്തിക്കുള്ളതാണ്. വെളിപാട് പുസ്തകം ഞാൻ പറയണേ, ബൈബിളിലുള്ളതാണ്. അത് അക്ഷരങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യം ചിത്രത്തിലൂടെ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇത് അക്ഷരങ്ങൾ വിഗ്രഹങ്ങൾ അല്ലെങ്കിൽ ചിത്രവും വിഗ്രഹമല്ല. കാർബണും പേപ്പറുമാണ് ഈ അക്ഷരങ്ങള്. അത് വിഗ്രഹമായിട്ട് കണക്കാക്കുന്നില്ല ഈ കത്തോലിക് സഭയിൽ നിന്ന് വിട്ടുപോയവര്. പിന്നെ ഇതെങ്ങനെ വിഗ്രഹമാകണേ? അതില് ഇല്ലേ അക്ഷരങ്ങളുണ്ട്. ഇവിടെ പെയിന്റ്, അവിടെ കാർബൺ, ഇവിടെ പെയിന്റ്, അത്ര വ്യത്യാസമേ ഉള്ളൂ. ചിത്രകല, ചിത്രമെഴുത്ത് എന്നാണ് പറയാ. ചിത്രമെഴുത്ത് പണ്ട് ഈ ഇപ്പം ചൈനീസ് ഭാഷ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിത്രങ്ങളാണ്. നമ്മളെ പോലെ ആ ഈ എന്നുള്ള അക്ഷരങ്ങളല്ല, ചിത്രങ്ങളാണ്. ഓരോ അക്ഷരവും ചിത്രമാണ്. ക്യുണൈഫം എന്ന് പറഞ്ഞ ചിത്രമാണ്. ചിത്രത്തിൽ നിന്നാണ് അക്ഷരങ്ങൾ ഉണ്ടായത്. അപ്പൊ ചിത്രമാണ് അക്ഷരമാല.
അപ്പൊ അക്ഷരങ്ങൾ വിഗ്രഹമല്ലെങ്കിൽ ചിത്രകലയും വിഗ്രഹമല്ല. ഇത് പെന്തക്കോസ്ത് ദൈവസഭക്കാർ ആദ്യം പോയിട്ടൊന്ന് പഠിക്കുക, എന്നിട്ട് ഇതിന് വിമർശിക്കാൻ വരാം. ഈ കാര്യങ്ങൾ ഇതിന് ചരിത്രം അറിയാതെ വെറുതെ വന്നിരുന്ന് കുത്തിയിരുന്നിട്ട് സത്യവേദ പുസ്തകം എങ്ങനെയാണ്, സത്യവേദ പുസ്തകം എങ്ങനെയാണെന്ന് പറഞ്ഞ് കമന്റ് ഇട്ടിട്ട് കാര്യമില്ല. കമന്റ് നിങ്ങൾ ഇട്ടോ, അതെനിക്ക് വായിക്കാൻ ഇഷ്ടമാണ്. നിങ്ങൾ എന്താ ചിന്തിക്കുന്ന അറിയാൻ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ അതിന് കുറ്റപ്പെടുത്തല്ല, പക്ഷെ വിവരം വേണം കുറച്ചൊക്കെ. അതിനുവേണ്ടി പറയുന്നതാണ്, പഠിക്കണമെന്ന് പറയുകയാണ്. മാത്രമല്ല കത്തോലിക്ക സഭയ്ക്ക് തിരിച്ചു വരികയും വേണം. നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം, അതല്ലേ വേണ്ടത്. ഇനിയുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചിഹ്നമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ശൂന്യമായ കല്ലറ വെറുതെ ശൂന്യമാകുകയല്ലോ ചെയ്തത്, അവൻ ഉയർത്തെഴുന്നേൽക്കുകയാണ്, അപ്പോഴേ ശൂന്യമായത്. അതെങ്ങനെയാണ് ഉയർത്തെഴുന്നേറ്റത്? അതിന് ബൈബിളിൽ 2 തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. എഗെയ്റോ എന്ന വാക്കുണ്ട്, അനസ്താസ് എന്ന വാക്കുണ്ട്, യേശുവിന്റെ ഉത്ഥാനം സൂചിപ്പിക്കാൻ. കുറെ തിരുവചനങ്ങൾ പറഞ്ഞത് യേശു ഉയർത്തെഴുന്നേറ്റു എന്നാണ്, ഹീറോസ് ഫ്രം ദ ഡെഡ്. പക്ഷെ വലിയൊരു വിഭാഗം തിരുവചനങ്ങൾ പറയുന്നത് ഹി വാസ് റേസ്ഡ് എന്നാണ്. ഹി വാസ് റേസ്ഡ്, അവൻ ഉയർപ്പിക്കപ്പെട്ടു. വേറെ ആരോ ഉയർപ്പിച്ചെന്നാണ്. അവൻ ഉയർപ്പിക്കപ്പെട്ടു. ഹി വാസ് റേസ്ഡ്, ഹി വാസ് റേസ്ഡ്. ഹി റോസ് ഫ്രം ദ ഡെഡ് എന്നല്ല, ഹി വാസ് റേസ്ഡ്. വേറെ ആരോ ഉയർപ്പിച്ചെന്നാണ്. ആരാണ് ഉയർപ്പിച്ചത്? ആരാണ് ഉയർപ്പിച്ചത്? ദൈവത്തിന്റെ ആത്മാവ് എന്ന് റോമാലേഖനം 8:11 പൗലോസ് എഴുതിയിട്ടുണ്ട്. അവന് ഉയർപ്പിച്ചവന്റെ ആത്മാവ്, ഉയർപ്പിച്ചത് ദൈവം. ആ ദൈവം പ്രവർത്തിച്ചത് പരിശുദ്ധാത്മാവിലൂടെ. യേശു ജനിച്ചതും പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലൂടെയാണ്. യേശു ഉയർപ്പിക്കപ്പെടുന്നതും പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലൂടെയാണ്. പരിശുദ്ധാത്മാവാണ് യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുന്നത്. ആ പരിശുദ്ധാത്മാവിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രതീകമാണ് പ്രാവ്. പ്രാവ് അവരോഹണ രൂപത്തിലാണ് ചെയ്തിരിക്കുന്നത്, ഇല്ലേ? അവരോഹണ രൂപത്തില് സ്ലീവ ഇങ്ങനെ ചുംബിച്ച് നിൽക്കുന്ന തരത്തില്, യേശുവിനെ ചുംബിച്ച് നിൽക്കുന്ന തരത്തില് യേശുവിനെ ഉയർത്തിക്കൊണ്ടു പോകാൻ വരുന്ന പരിശുദ്ധാത്മാവ്, സ്ലീവായിലേക്ക് പറന്നിറങ്ങുന്ന പരിശുദ്ധാത്മാവ്, പ്രാവ്, എന്നിട്ട് യേശുവിനെ ഉയർപ്പിച്ചു കൊണ്ടുപോകുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 1:10 വളരെ മനോഹരമായ ഒരു സംഗതിയുണ്ട്. യേശു വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ ഇങ്ങനെ കയറി കഴിഞ്ഞിട്ടല്ല, കയറുമ്പോൾ അനാബൈനോൻ എന്നാണ് വാക്ക്. അനാബൈനോൻ, കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ആരോഹണ പ്രക്രിയയാണ് യേശു. ആ സമയത്ത് പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ കത്തബൈനോൻ അവൻ ഇറങ്ങിക്കൊണ്ടിരുന്നു. യേശു കയറിക്കൊണ്ടിരുന്നു, പരിശുദ്ധാത്മാവ് ഇറങ്ങിക്കൊണ്ടിരുന്നു. അതിന് കത്തബൈനോൻ എന്ന ഗ്രീക്ക് വാക്ക്, അവരോഹണം. പരിശുദ്ധാത്മാവ് അവരോഹണത്തില്, യേശു ആരോഹണത്തില്. അങ്ങനെ പരിശുദ്ധാത്മാവും യേശു കണ്ടുമുട്ടി. പരിശുദ്ധാത്മാവ് യേശുവിന്റെ മേൽ ഇരുന്നു, അവൻ പരിശുദ്ധാത്മാവിന്റെ വാഹകനായി. നമുക്കിതിന്റെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഉൽപ്പത്തി 1:2 ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു. ആ ചലനം പ്രാവിന്റെ ചലനം പോലെയായിരുന്നു എന്നാണ് റബ്ബിമാര് പഠിപ്പിക്കണേ. ഉൽപ്പത്തി ഗ്രന്ഥത്തിലെ 8-ാമത്തെ അധ്യായത്തില് നോഹയുടെയും പെട്ടകത്തിൽ നിന്നും പറഞ്ഞയച്ച പ്രാവ്, അത് സമാധാനത്തിന്റെയും രക്ഷയുടെയും നവീകരണത്തിനും ചിഹ്നമാണ്. ലേവ്യരുടെ ഗ്രന്ഥത്തില് 12-14 അധ്യായത്തില് കാണിക്ക കൊടുക്കുന്നത്, ദരിദ്രരെ കാണിക്ക കൊടുക്കുന്നത് പ്രാവിനെയാണ്. ലൂക്ക 2:24 തിരുക്കുടുംബം ചെയ്തതും അങ്ങനെ തന്നെയാണ്. ഈ ഒരു മൃദുസ്വരം, സ്വർഗത്തിൽ നിന്ന് ഒരു മൃദുസ്വരം, ബത്ത് കോൽ എന്നാണ് അതിന്റെ ഹീബ്രു. ബത്ത് കോൽ, ബത്ത് എന്ന് പറഞ്ഞാൽ ഡോട്ടർ, കോൽ എന്ന് വെച്ചാൽ വോയിസ്. ദ വോയിസ് ഓഫ് ദ ഡോട്ടർ ഓഫ് ദ വോയിസ് എന്ന് പറഞ്ഞാൽ ശബ്ദത്തിന്റെ മകൾ എന്ന് പറഞ്ഞാൽ ചെറിയ ശബ്ദം. അതായത് അതിനെ ബത്ത് കോൽ, ദൈവം സംസാരിക്കുന്ന ശബ്ദമായിട്ടാണ് അതിന് ഈ മൃദുസ്വരം എന്ന് നമ്മൾ തർജ്ജമ ചെയ്യുക. ബത്ത് കോൽ അതായത് ശബ്ദത്തിന്റെ മകള് എന്ന് പറഞ്ഞാൽ ചെറിയ ശബ്ദം. അത് പ്രാവിന്റെ കുറുകലാണെന്നാണ് സഭാപിതാക്കന്മാർ പറയണേ. ഈ ബത്ത് കോൽ എന്ന് പറയുന്നത് സ്വർഗത്തിലെ സന്ദേശം കൈമാറുന്ന പ്രാവിന്റെ കുറുകലാണെന്നാണ്. നമ്മൾ ചില ഈ പുരാണങ്ങളിലൊക്കെ കാണില്ലേ, സന്ദേശം കൈമാറുന്ന പ്രാവ് വന്നിരിക്കുന്നു, പ്രാവ് ഒരു സന്ദേശവും മറ്റും വരുന്നു. അതൊക്കെ ഇതിന്റെ വെളിച്ചത്തിലാണ് അതൊക്കെ ഉണ്ടായത്. ചുരുക്കത്തില് പ്രാവിന്റെ ശബ്ദമാണ് ഈ ദൈവത്തിന്റെ സ്വരമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. സ്വർഗത്തിന് സ്വരമുണ്ടായി. ആ സ്വരം എന്നുള്ളത് ഉപയോഗിക്കുന്ന വാക്ക് ബത്തുക്കോൽ എന്നാണ്. ബത്തുക്കോൽ എന്ന് വെച്ചാൽ ശബ്ദത്തിന്റെ മകള്, ചെറു ശബ്ദം, മൃദുസ്വരം. അതെല്ലാം ഈ പരിശുദ്ധാത്മാവിലേക്ക് കൈചൂണ്ടുകയാണ്. 3:22 ലൂക്കാസ് 3:22 പറയുന്നത്, അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു, പരിശുദ്ധാത്മാവ് പ്രാവിന്റെ ദേഹരൂപത്തിൽ
പ്രാവിന്റെ ദേഹരൂപത്തിൽ, ഇൻ ദ ബോഡിലി ഫോം ഓഫ് എ ഡഫ്. പരിശുദ്ധാത്മാവിന് ദേഹരൂപമുണ്ട്. യേശുവിന് മനുഷ്യരൂപമുള്ളതുപോലെ പരിശുദ്ധാത്മാവിന് ദേഹരൂപമുണ്ട്. പരിശുദ്ധാത്മാവ് പ്രാവിന്റെ ദേഹരൂപത്തിൽ, അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ലൂക്കാസ് 3:22. യോഹനം 3:16 സ്നാപയോഹനം പറയുന്നുണ്ട്, എനിക്കും അവൻ അറിയില്ലായിരുന്നു. കസിൻ എന്ന നിലയ്ക്ക് അറിയാം, പക്ഷേ ഇവൻ ദൈവം തന്നെയായ ഏകജാതനായ കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. ആത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ആരുടെ മേൽ വന്ന് വസിക്കുന്നുവോ അവനാണ് ദൈവപുത്രൻ. അങ്ങനെ എന്നെ അയച്ചും വെളിപ്പെടുത്തിയിരുന്നു. ഞാനത് കണ്ടു. ഈ നസറത്തിലെ യേശുവാണ് അത്. അവന്റെ മേലെ പ്രാവിന്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് വന്ന് കൂടാരമടിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടതാണ്. യോഹന്നാൻ 3:16. ഈ ആത്മാവ് യേശുവിൽ വസിക്കുന്നത് കൊണ്ടാണ് അവന് ആത്മസ്നാനം നൽകാൻ പറ്റുന്നത്. അല്ലെങ്കിൽ സ്നാപയോഹന്നാനെ പോലെ ജലസ്നാനമേ ആകൂ. പരിശുദ്ധാത്മാവ് യേശുവിൽ കുടികൊള്ളുന്നത് കൊണ്ടാണ് അവൻ നൽകുന്ന സ്നാനം ആത്മസ്നാനമാകുന്നത്. അല്ലെങ്കിൽ സ്നാപകനെ പോലെ വെറും ജലസ്നാനമായി മാറിയാനെ. ഈ ആത്മസ്നാനം എപ്പോഴാണ് നടക്കുന്നത്? യേശു പറയുന്നതാണ്, എനിക്ക് ഒരു മാമോദിസ കൂടി മുങ്ങാനുണ്ട്. ലൂക്കായുടെ സുവിശേഷം 12:50 പറയാണ്, എനിക്കൊരു മാമോദിസ മുങ്ങാനുണ്ട്, അത് പൂർത്തിയാകുന്ന വരെ ഞാൻ അസ്വസ്ഥനാണ്. ആ മാമോദിസ ഏതാണ്? കാൽവരി, കുരിശ്. ആ കുരിശിൽ വെച്ചാണ് അവൻ മരിച്ചപ്പോഴാണ് അവൻ ആത്മസ്നാനത്തിനുള്ള ജീവജലം നൽകിയത്. ആത്മസ്നാനത്തിന് വേണ്ടിയുള്ള ജീവജലം നൽകിയത് യേശു പാർശ്വം പിളർന്നിട്ടാണ്. അപ്പൊ യോർദാനിലെ ജലസ്നാനത്തിൽ നിന്ന് കാൽവരിയിലെ ജീവജലത്തിലേക്കുള്ള ഒരു യാത്രയുണ്ട്. ജലസ്നാനത്തിൽ നിന്നും ആത്മസ്നാനത്തിലേക്കുള്ള യാത്ര. ഈ യാത്രയിൽ അങ്ങനെ കുരിശിൽ മരിക്കുമ്പോഴാണ് പ്രാവിനെ നൽകാൻ, അതായത് ജീവജലമായ പരിശുദ്ധാത്മാവിന് നൽകാൻ യേശു നൽകുന്ന അപ്പോഴാണ്. ചുരുക്കത്തിൽ യോർദാനിലെ ജലസ്നാനത്തിന് യഥാർത്ഥ അർത്ഥം വരുന്നത് കാൽവരിയില് ഗാബിൽത്തായില് അവന് പാർശ്വം പിളർന്ന് ജീവജലമായിട്ട് പരിശുദ്ധാത്മാവിനെ ദേഹരൂപത്തിൽ അവന്റെ മേൽ വന്ന പരിശുദ്ധാത്മാവിനെ സഭയ്ക്ക് നൽകിയപ്പോഴാണ്. ചുരുക്കത്തിൽ മാമോദീസായിലെ റൂഹായെ സ്ലീവായുടെ റൂഹായായി യേശു അവതരിപ്പിക്കുകയാണ്. മാമോദീസായിലെ റൂഹായെ, പ്രാവിനെ സ്ലീവായുടെ റൂഹയായിട്ട് അവതരിപ്പിക്കുകയാണ്. അപ്പോൾ സ്ലീവ വെറും ഉപകരണമല്ലല്ലോ, ഉത്ഥാനത്തിന്റെ സജീവ ചിഹ്നമല്ലേ? ഉത്ഥാനത്തിന്റെ സജീവ ചിഹ്നമാണ്. ഇനിയും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സംഗതികളുണ്ട്. ഈ യേശു വെളിപാട് ഗ്രന്ഥത്തില് ദൈവത്തെ ആൽഫയും ഒമേഗയുമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. ഞാൻ ആൽഫയാണ് ഒമേഗയാണ്. യേശുവിനെയും ഞാൻ ആൽഫയാണ് ഒമേഗയാണ് എന്ന് അവതരിപ്പിക്കുന്നുണ്ട്. ഈ ആൽഫ ഒമേഗ അത് കൂട്ടിച്ചേർത്താല് ഈ ആൽഫ ആദ്യത്തെ അക്ഷരമാണ്. അക്ഷരങ്ങൾക്ക് സാംഖിക മൂല്യമുണ്ട്. ഒന്നാമത്തെ അക്ഷരത്തിന് ഒന്ന് എന്നാണ് അർത്ഥം. ഒരു മൂല്യം 1. അവസാനത്തെ അക്ഷരമാണ് ഒമേഗ. ഞാൻ ആദിയും അന്തവുമാണ്. ഞാൻ ആൽഫയും ഒമേഗയുമാണ്. ആദ്യം ആൽഫയ്ക്ക് 1 മൂല്യം, ഒമേഗയ്ക്ക് 800 മൂല്യം. അപ്പൊ ഞാൻ ആൽഫയും ഒമേഗയുമാണെന്ന് പറഞ്ഞാൽ ഞാൻ 801. അതാണ് സാംഖിക മൂല്യം. അപ്പോൾ ലോഗോസ് എന്ന ദൈവം യേശു ആൽഫയും ഒമേഗയുമായതിനാൽ അവന്റെ സാംഖിക മൂല്യം 801. ഗ്രീക്ക് ഭാഷയില് പ്രാവ് എന്നുള്ള വാക്ക് എന്താണ്? പെരിസ്റ്റെറ എന്നാണ്. പെരിസ്റ്റെറ. അതിലത്തെ ഓരോ അക്ഷരത്തിനും മൂല്യമുണ്ട്. ഇതുപോലെ ആദ്യത്തെ അക്ഷരം പി, ഗ്രീക്കിൽ പി, നമ്മൾ പൈന്ന് പഠിച്ചിട്ടില്ലേ കണക്കിൽ? ആ പി അത് 80 അതിന്റെ മൂല്യം. പെരിസ്റ്റെറ എന്നുള്ളത് PE, ഈ 5ാമത്തെ അക്ഷരമാണ്, 5 അതിന്റെ മൂല്യം. 6 പെരി എന്നുള്ളത് PER 100 അതിന്റെ മൂല്യം. പിന്നെ പെരി RI 10ാമത്തെ അക്ഷരമാണ്, 10 മൂല്യം. പെരിസ്റ്റെറ പിന്നത്തെ S ആണ് അക്ഷരം, 200 മൂല്യം. അപ്പൊ പെരിസ്, പിന്നെ T അതിന് 300 മൂല്യം. പിന്നെ വീണ്ടും 6 പെരിസ്റ്റെറ എന്ന വാക്കിൽ 6 വീണ്ടും വരും 100. പിന്നെ I 1, പെരിസ്റ്റെറ എന്ന് പറഞ്ഞാൽ അവസാനത്തെ അക്ഷരം A ആണ്, I അല്ല A. ആൽഫ 1. അപ്പൊ മൊത്തം കൂട്ടിയാൽ എത്രയായി? 801. പ്രാവ് എന്നതിന്റെ സാംഖിക മൂല്യം 801. ആൽഫയും ഒമേഗയുടെയും സാംഖിക മൂല്യം 801. അതായത് പ്രാവിനും ആൽഫയും ഒമേഗമായ ദൈവപിതാവിനും പുത്രൻ തമ്പുരാനും ഒരേ സാംഖിക മൂല്യമാണ് 801.
യേസുസ് എന്ന വാക്കിന്റെ സാംഖിക മൂല്യവും 800 800. 8-ാം ദിവസം എന്ന് പറയുന്നത് ഇല്ലേ, 8-ാം ദിവസം ഉത്ഥാനത്തിന്റെ ദിവസമാണ്. യേശുവിന്റെ സാംഖിക മൂല്യം 888 ആണ്. 800 അല്ല, 888 യേശുസിന്റെ. ഇതൊക്കെ 8 ഈ രക്ഷാകരമായിട്ട് വളരെ പ്രധാനപ്പെട്ട സംഖ്യയാണ്. 7 പ്രധാനപ്പെട്ടതുപോലെ തന്നെ 8ഉം പ്രധാനപ്പെട്ടതാണ്. 888 എന്നാണ് യേസുസ് എന്ന നാമത്തിന്റെ സാംഖിക മൂല്യം. ഇതൊക്കെ ഞാൻ പറഞ്ഞു വരുന്നത് ഈ പ്രാവിന് ഈ സാംഖിക മൂല്യം അനുസരിച്ചും ലോഗോസുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്. ഇതൊക്കെ നിങ്ങൾ കേട്ട് ഒന്നിടും കുറിച്ച് വെച്ചോളോട്ടോ, എന്നാലേ മനസ്സിലാകും. ഈ പരിശുദ്ധാത്മാവ്, ഇങ്ങനെ പറഞ്ഞ ഈ തൃത്വത്തിലെ 3ാമത്തെ ആളായ പരിശുദ്ധാത്മാവ്, സാംഖിക മൂല്യം 801 പരിശുദ്ധാത്മാവ്, ആൽഫയും ഒമേഗയുമായ ദൈവം തമ്പുരാന്റെയും പുത്രൻ തമ്പുരാന്റെയും അതേ സാംഖിക മൂല്യമുള്ള പരിശുദ്ധാത്മാവ്, ആ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് യേശുവിനെ ഉയർപ്പിച്ചു. അങ്ങനെയാണ് ഇത് ശൂന്യമായ കല്ലറയുടെ പ്രതീകമായി മാറിയത്. ശൂന്യമായ കല്ലറയുടെ പ്രതീകമായി മാറിയത് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഈ കുരിശില് നമ്മൾ ഊറാല അണിയിക്കുമ്പോൾ ആ കല്ലറയില് യേശു ഉപേക്ഷിച്ചിട്ട് പോയ ആ കച്ചയാണ് സൂചിപ്പിക്കുന്നത്. യേശുവിന്റെ പൗരോഹിത്യ വസ്ത്രമാണ്, അത് സഭയ്ക്ക് നൽകിയിട്ട് പോയിരിക്കുകയാണ്. ഇതൊക്കെ ഈ കുരിശിൽ വെളിപ്പെട്ട് കിടക്കുകയാണ്. ഇത്രയും ഇതിന്റെ ദൈവശാസ്ത്രം പറഞ്ഞു. ഇപ്പൊ നിങ്ങൾക്ക് അതിന് മനസ്സിലായി കാണും. അതിൽ പരിശുദ്ധ തൃത്വമുണ്ട്, പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്, സഭയുണ്ട്, രക്ഷാകര മരണമുണ്ട്, ഉത്ഥാനമുണ്ട്, നിത്യജീവനുണ്ട്, ജീവന്റെ വൃക്ഷമുണ്ട്, ജീവജലത്തിന്റെ അരുവിയുണ്ട്. ബൈബിളിൽ ഏത് പ്രമേയമാണ് ഈ കുരിശിനകത്ത് ഇല്ലാത്തത്? ഇനി നമുക്ക് ഇതിന്റെ ചരിത്രത്തിൽ, ഇപ്പൊ ദൈവശാസ്ത്രം കഴിഞ്ഞു, ചരിത്രത്തിലേക്ക് പോകാം. മൈലാപ്പൂരിലെ പെരിയ മലയിൽ ഒരു പള്ളി പണിയാൻ തീരുമാനിച്ചു ആര്? പോർച്ചുഗീസുകാര്. 1547 മാർച്ച് 22-ാം തീയതിയാണ് പണി ആരംഭിച്ചത്. പിറ്റേ ദിവസം, അതായത് ഒരു 2-3 മീറ്റർ കുഴിച്ചു കഴിഞ്ഞപ്പോൾ പഴയ പള്ളിയുടെ ഭാഗത്ത് ആന്റണിവാസ് എന്ന ശില്പി ഒരു ചതുരക്കല്ല് കണ്ടു. മാർച്ച് 23-ാം തീയതി ഞാൻ പറഞ്ഞല്ലോ. ഈ കല്ലിന്റെ അടിഭാഗം പുത്തൻ രക്തത്താൽ നനഞ്ഞിരുന്നു. അതായത് കുറച്ച് സമയത്തിന് മുമ്പ് ഇങ്ങനെ ഒഴുകാൻ തുടങ്ങിയപ്പോഴത്തെ രക്തം കൊണ്ട് നനഞ്ഞിരുന്നു. ഈ കല്ലിന്റെ അടിഭാഗത്താണ് മാർത്തോമാ ശ്ലീഹ കൊത്തിയിരുന്നത്. 90x95 അത്രയും വീതിയുള്ള ഒരു കല്ലാണിത്. പേത്ര എന്നാണ് അതിന് ഉപയോഗിക്കുക. പാറ എന്ന വാക്കും ചിലപ്പോൾ പറയാറുണ്ട്. പാറ, കല്ല്. ഈ രക്തം വീർത്ത കല്ലായതുകൊണ്ട് അത്ഭുതം പ്രവർത്തിച്ച ശ്ലീഹ എന്ന് അതിന് വിളിക്കുന്നത് കൊണ്ട് അത്ഭുത ശ്ലീഹ എന്ന് വിളിക്കാൻ തുടങ്ങി. ഈ മാർത്തോമാ ശ്ലീഹയെ അത്ഭുത ശ്ലീഹ എന്ന് വിളിക്കാൻ കാരണം അതാണ്. ഈ ശ്ലീഹയുടെ പഴക്കം 7-ാം നൂറ്റാണ്ടാണെന്നാണ് നിഗമനം. പുരാവസ്തു ഗവേഷകരുടെ നിഗമനമാണ്, നമ്മൾ വെറുതെ ഊഹിക്കല്ല. ഈ മാർത്തോമാ ശ്ലീഹയുടെ അത് ഏത് നൂറ്റാണ്ടിലെയാണ്? 7-ാം നൂറ്റാണ്ടിലെ. 7-ാം നൂറ്റാണ്ട്. ഞാൻ ആവർത്തിക്കുന്നതിന് കാരണമുണ്ട്. പോർച്ചുഗീസുകാരുടെ വരവിന് മുമ്പ് തോമാസ് ലീഗ ഇന്ത്യയിൽ വന്നതിന് തെളിവില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന സഭാവിരുദ്ധർക്കുള്ള മറുപടിയായിട്ടാണ് ഞാൻ ഈ പറയണേ. പുരാവസ്തു ഗവേഷകരുടെ നിഗമനം അനുസരിച്ച് 7-ാം നൂറ്റാണ്ടിലേതാണ് ഈ മാർത്തോമാ ശ്ലീഹ. ആഗോള സഭയിൽ തന്നെ ആ കാലത്താണ് ഈ ശ്ലീഹായോടുള്ള വണക്കം ഏറ്റവും പ്രസിദ്ധമായി തീർന്നത്. 2-ാം നൂറ്റാണ്ടിലും 1-ാം നൂറ്റാണ്ടിലും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും അത് ഊർജിതമായി തുടങ്ങിയത് 4-ാം നൂറ്റാണ്ടില് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ അമ്മ ഹെലന രാജ്ഞി കുരിശ് കണ്ടെത്തിയോടുകൂടിയാണ്. അതെല്ലാം നമ്മൾ കുരിശിന്റെ പുകഴ്ചയുടെ ദിവസം കണ്ടതാ. പിന്നീട് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോഴാണ് ഈ കുരിശിനോടുള്ള വണക്കം ഇങ്ങനെ പ്രസിദ്ധമായി തീരുന്നത്. 7-ാം നൂറ്റാണ്ടിലാണ് ഏറ്റവും നന്നായിട്ട് വരുന്നത്. ആ സമയത്ത് ഉള്ള ഒരു ശ്ലീഹയാണ് മൈലാപ്പൂരിലെ മാർത്തോമാ ശ്ലീഹ, അത്ഭുത ശ്ലീഹ എന്ന് വിളിക്കുന്ന ശ്ലീഹ. അന്നത്തെ അവിടുത്തെ ഇടവക വികാരിയായ ഗാസ്പർ കൊയിലോ, ഗവർണറായിരുന്ന ഗബ്രിയേൽ ദേ തദായിദു, ഇവര് രണ്ടുപേരും ചേർന്ന് പുതുതായി നിർമ്മിച്ച പള്ളിയുടെ മധുബഹയിൽ തന്നെ മാർത്തോമാ ശ്ലീഹ സ്ഥാപിച്ചു. നിങ്ങൾക്ക് പോയി കാണാം. ഈ ഞാൻ മെത്രാന്മാരുടെ പറയുന്ന ഒരു സംഗതികൾ ഒന്ന്, ഈ നമ്മുടെ ഹിന്ദുക്കൾ ശബരിമലയ്ക്ക് പോകുന്നത് പോലെ ക്രിസ്ത്യാനികൾ ഈ മൈലാപ്പൂരിലേക്ക് പോയി ശ്ലീഹായെ കണ്ടു വരേണ്ടതുണ്ട്, തീർത്ഥയാത്രകൾ സംഘടിപ്പിക്കേണ്ടതുണ്ട്. അത് വളരെ സോളിഡായിട്ട് ചെയ്യേണ്ട ഒരു സംഗതിയാണ്. സഭയുടെ ഐക്യത്തിന് വളരെ അത്യാവശ്യമായിരിക്കുന്ന സംഗതിയാണ്. നമ്മൾ വിഷയം മാറിപ്പോണ്ട. 1552 മുതൽ 1566 വരെ, ചിലർ പറഞ്ഞ 1557 വരെ എന്നും ചില രേഖകളില് ഈ കുരിശ് രക്തം വിയർത്തു. പിന്നെ 1599 ഉദയംപേര് സൂനദോസ് കൂടിയ വർഷമാണ്. അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടായിരിക്കാം ഈ ശ്ലീഹ കുരിശ് രക്തം വിയർക്കണമെന്നാണ് എൻ്റെ ഒരു ഊഹം. എനിക്ക് തെളിവൊന്നുമില്ല.
അന്ന് രക്തം പുരണ്ട സങ്കീഞ്ഞ് എന്ന് പറഞ്ഞാല് കാസ തുറക്കാൻ ഉപയോഗിക്കുന്ന പ്യൂരിഫിക്കേറ്റർ ഉണ്ടല്ലോ, അത് ആ സങ്കീഞ്ഞ് കൊച്ചി മെത്രാൻ അയച്ചു കൊടുത്തു. കൊച്ചിയിൽ നിന്ന് അത് ഗോവ മെത്രാപോലിത്തക്ക് അയച്ചു കൊടുത്തു. അവിടെ നിന്ന് 1603 പോർച്ചുഗീസിലെ മാർഗരറ്റ് രാജ്ഞിന്റെ പക്കൽ എത്തിച്ചു. 1800 വരെ ഇടയ്ക്കിടയ്ക്ക് ഈ അത്ഭുതം സംഭവിച്ചുകൊണ്ടിരുന്നു. 1800 കഴിഞ്ഞപ്പോഴേക്കും പിന്നെ രക്തം വിയർക്കേണ്ട കാര്യമില്ലെന്ന് മാർത്തോമാ സ്ലീവയ്ക്ക് തോന്നിക്കാണും. കാരണം എന്താ, സഭ പതുക്കെ സ്വന്തമാകാൻ തുടങ്ങിയിരുന്നു, ഈ അടിമത്തത്തിൽ നിന്ന് പുറത്തു വരാൻ തുടങ്ങിയിരുന്നു. ഇത് സമയാസമയങ്ങളിൽ റോമയിൽ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് റോമ ഈ അത്ഭുതത്തെ അംഗീകരിക്കുന്നതും ഈ തിരുനാൾ ഡിസംബർ 18 തിരുനാൾ ആഘോഷിക്കാനായിട്ട് റോമ അംഗീകരിച്ചതും. റോമയെ ഈ നമ്മളൊരു അത്ഭുതമായിട്ട് ഇപ്പൊ നമ്മൾ ധ്യാന കേന്ദ്രങ്ങളൊക്കെ അത്ഭുതം നടക്കുന്നുണ്ട്, അത് റോമിൽ പ്രഖ്യാപിക്കണമെങ്കിൽ ഇപ്പൊ ലൂർദിലെ അത്ഭുതങ്ങൾ പലതും അംഗീകരിച്ചിട്ടില്ല. അംഗീകരിക്കണമെങ്കിൽ അയച്ചു കൊടുക്കുകയും അതിന് സ്ഥിരീകരണം വേണം. ഇത് സ്ഥിരീകരണം ഉള്ളത് കൊണ്ടാണ്, സമയങ്ങൾ അറിയിച്ചത് കൊണ്ടാണ് ഡിസംബർ 18 ഈ തിരുനാൾ ആഘോഷിക്കാനായിട്ട് റോം അനുവദിച്ചത്. ഇതിന്റെ ഒരു വശത്ത്, ഈ സ്ലീവയുടെ ഒരു വശത്ത് പാലവി എന്ന് പറയും, പഹലവി ഭാഷയിലെ എന്തോ ആലേഖനം ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് അതിന്റെ ആലേഖനം എന്താണ്, ഈ പഹലവി ഭാഷയിൽ എന്താണ് ആലേഖനം ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഏകദേശം ഗലാത്യ ലേഖനത്തിൽ 6:14 ഒരു സന്ദേശമാണ് അതിനകത്തുള്ളത്. ശരിക്കും ഗലാത്യ ലേഖനം 6:14 അതാണ് അതിന്റെ സന്ദേശം. പക്ഷെ നമുക്ക് അതിന്റെ വിശദമായിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. ഈ ആദ്യം ഈ പോർച്ചുഗീസുകാർക്ക് കുരിശ് കിട്ടിയപ്പോൾ അതിന് അംഗീകരിക്കാൻ ആദ്യം വിസമ്മതമായിരുന്നു. അവർക്ക് പരിചയമില്ലാത്തൊരു കുരിശ്, ഇത് പാഷാണ്ഡതയാണോ എന്നൊക്കെ അവർക്ക് സംശയം ഉണ്ടായിരുന്നു. ഈ രക്തം വിയർക്കാൻ തുടങ്ങിയപ്പോഴാണ്, അത് അത്ഭുതം പല പ്രാവശ്യം ആവർത്തിച്ചപ്പോഴാണ് അത് അവർക്ക് ബോധ്യം വന്നത്. അപ്പോൾ അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കൂടിയായിരിക്കും ഈ അത്ഭുതം പ്രവർത്തിച്ചത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബോധ്യപ്പെട്ട് കഴിഞ്ഞു, സഭ അംഗീകരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ രക്തം വിയർക്കേണ്ട കാര്യമില്ല, അത്ഭുതം ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. 1653 കൂനൻകുരിശ് സത്യത്തോടു കൂടി സുറിയാനി സഭ പിളർന്നല്ലോ. ആ പിളർന്ന് കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടുപോയ, അവരാണ് പാരമ്പര്യങ്ങളെ കുറച്ചുകൂടി നല്ല രീതിയിൽ സംരക്ഷിക്കുന്നത്. ആ വിട്ടുപോയ സഭകളൊക്കെ, അതായത് ഇപ്പോഴത്തെ ഇന്ത്യയിലെ ലോകത്ത് തന്നെ പൗരസ്ത്യ ഓർത്തഡോക്സ് സഭകളും യാക്കോബായ സഭകളും ഒക്കെ ഈ ഡിസംബർ 18 മാർത്തോമാ സ്ലീവായുടെ അത്ഭുത സ്ലീവായുടെ തിരുനാൾ ആഘോഷിക്കുന്നുണ്ട്. 1734 മുളന്തുരുത്തിയിൽ വെച്ചുണ്ടാക്കിയ കലണ്ടറിൽ മൈലാപ്പൂരിലെ സ്ലീവായുടെ തിരുനാള് ഡിസംബർ 18 എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1734 ഇത് ഈ അടുത്ത കാലത്ത് പൗവത്ത് പിതാവും പിന്നെ കൂടപ്പുഴച്ചനും മനോരമ കൂടി ഉണ്ടാക്കിയതാണ് മാർത്തോമാ സ്ലീവ എന്നൊന്നും പറയരുത്. ഞാൻ ഈ വർഷങ്ങൾ പറയുന്നത് അത്രയും അതിന്റെ ആധികാരികതയും പൗരാണികതയും സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. 1844 പ്രസിദ്ധീകരിച്ച ഭാരത സുറിയാനി തക്സയില്, ഇപ്പം നമ്മൾ സീറോ മലബാർ പറയും, ഭാരത സുറിയാനി തക്സയില് അപ്പസ്തോലായ മാർത്തോമാ സ്ലീവായുടെ കല്ലിന്റെ അത്ഭുതം എന്ന് ചേർത്തിട്ടുണ്ട്. പേത്രാന്ന് ബ്രാക്കറ്റില് അപ്പസ്തോലായ മാർത്തോമാ സ്ലീവായുടെ കല്ലിന്റെ അത്ഭുതം, പേത്രായുടെ മാർത്തോമാ സ്ലീവായുടെ അത്ഭുതം എന്ന് ചേർത്തിട്ടുണ്ട് 1844. 1959 പൗരസ്ത്യ സ്ഥിരസംഘം, റോമായിലെ പൗരസ്ത്യ സ്ഥിരസംഘം വൈദികരുടെ കാപ്പയുടെ പുറകില് മാർത്തോമാ സ്ലീവ തയ്ച്ചു പിടിപ്പിക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു 1959. 1960 പരിശുദ്ധ സിംഹാസനം പ്രസാദനം ചെയ്ത സുപ്ലമെന്തും മിസ്റ്റോരിയോനും എന്ന ഗ്രന്ഥത്തില് ഡിസംബർ 18 തീയതിയിലെ മാർത്തോമാ സ്ലീവായുടെ അത്ഭുത സ്ലീവായുടെ തിരുനാളിനുള്ള പ്രാർത്ഥനകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് 1960. 1962 ആരാധനക്രമം പുനരുദ്ധരിച്ച് പ്രസാദനം ചെയ്തപ്പോൾ മാർത്തോമാ സ്ലീവായുടെ ചിത്രം അതിൽ മുദ്രണം ചെയ്തിരുന്നു. 1986 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കോട്ടയത്ത് ദിവ്യബലി അർപ്പിച്ചപ്പോൾ ഈ മാർത്തോമാ സ്ലീവയുള്ള കാപ്പയിട്ടിട്ടാണ് അർപ്പിച്ചത്. ഞാനതിന് ദൃക്സാക്ഷിയാണ്. ഈ 1986 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇന്ത്യ വന്നപ്പോൾ ഫെബ്രുവരി 5 തീയതി മൈലാപ്പൂരിലെ കബറിടവും ഈ പെരിയമലയിലെ മാർത്തോമാ സ്ലീവായും ഒക്കെ സന്ദർശിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. 1972 ഇന്ത്യ ഗവൺമെന്റ് തോമസ് ലീഗയുടെ രക്തസാക്ഷ്യത്തിന്റെ 19ാം ചരമശതാബ്ദി അത് ആഘോഷിച്ചുകൊണ്ട് അനുസ്മരിച്ചുകൊണ്ട് ഒരു സ്റ്റാമ്പ് പുറത്തിറക്കിയിരുന്നു. ആ സ്റ്റാമ്പിൽ മുദ്രണം ചെയ്തിരിക്കുന്നത് മാർത്തോമാ സ്ലീവയാണ് 1972. 16ാം നൂറ്റാണ്ട് വരെ ഭാരത ക്രൈസ്തവ ദേവാലയങ്ങളിൽ സ്ലീവയൊഴികെ മറ്റു രൂപങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ലെന്ന് ധാരാളം തെളിവുകളുണ്ട്.
ഇഷ്ടംപോലെ ഈ പോർച്ചുഗീസുകാർ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് 16-ാം നൂറ്റാണ്ട് വരെ നമ്മുടെ പള്ളികളിൽ മാർ തോമസ് ലീവ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ, അല്ലാതെ വേറെ തിരുസ്വരൂപങ്ങൾ ഒന്നും തന്നെ നമ്മൾ സൂക്ഷിച്ചിരുന്നില്ല. ഇനി തിരുനാൾ ദിവസം തന്നെ ഉണ്ടെങ്കിൽ തന്നെ ഐക്കണുകളാണ് ഉപയോഗിച്ചിരുന്നത്. മറിയത്തിനൊക്കെ ഐക്കണുകളെ കുറിച്ച് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നടപ്പുള്ള പൊൻകുരിശ് വെള്ളിക്കുരിശൊക്കെ ഇല്ലേ പള്ളിയിലെ പ്രദക്ഷിണത്തിനൊക്കെ, അതിലൊക്കെ ഏകദേശം ഈ രൂപമല്ലേ, ഈ തൂങ്ങപ്പെട്ട കർത്താവിന്റെ രൂപമല്ലല്ലോ, ഈ മാർ തോമസ് ലീവായുടെ രൂപമല്ലേ പൊൻകുരിശിലും വെള്ളിക്കുരിശിലൊക്കെ ഉപയോഗിക്കുന്നത്. നമ്മൾ ഈ സുറിയാനി കത്തോലിക്കരുടെ വീടുകളിലെല്ലാം മൃതസംസ്കാരത്തിന് അത്രയും കുരിശനെ കൊണ്ടുവരിക. ഈ മരിച്ചു കിടക്കുന്ന ആൾ ഉത്ഥാനം ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷയാണത്. അവിടെ തൂങ്ങപ്പെട്ട കുരിശിലെ ഇതല്ല കിടക്കേണ്ടത്. കാരണം നമുക്ക് മരണം എന്ന് പറയുന്ന അന്ത്യമല്ല, രൂപാന്തരമാണ്. ഈ ലോകത്തിൽ നിന്നും അടുത്ത ലോകത്തിലേക്ക് നമ്മൾ ചുവട് വെക്കുകയാണ്. അതൊരു ജനനമാണ്. മരണത്തെ നമ്മൾ കാണുന്നത് ജനനമായിട്ടാണ്. സങ്കടമൊക്കെ ഉണ്ട്. അതുപോലെ കുഞ്ഞിന്റെ ജനനത്തിലും സങ്കടമുണ്ട്, കുഞ്ഞിനും സങ്കടമുണ്ട്, അത് കരയണു, മറ്റുള്ളവരും കരയണു. സന്തോഷമുണ്ട്, സങ്കടമുണ്ട്, ടെൻഷനുണ്ട്. അപ്പൊ അങ്ങനെ അതെല്ലാം ചേർന്നാണ് മനുഷ്യ ജീവിതം. ഓരോ രഹസ്യത്തിലും രണ്ടുമുണ്ട്, സന്തോഷവും ഉണ്ട്, ദുഃഖമുണ്ട്. അങ്ങനെയാണ് ചേർത്ത് വെച്ചിരിക്കുന്നത്. ചുരുക്കത്തില് ഈ പൊൻകുരിശ് വെള്ളിക്കുരിശ് അതെല്ലാം ഈ മാർ തോമസ് ലീവായുടെ ആ പ്രതീകം അല്ലേ പലതരത്തിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. പണ്ട് സ്ലീവായുടെ ഉപയോഗം 3 തരത്തിലുണ്ടായിരുന്നേ. ഈ പുരുഷന്മാര് കുടുമി ഉണ്ടായിരുന്നല്ലോ, ഈ കുടുമിയിൽ ഒരു ചെറിയ കുരിശ് വെക്കുന്നു പുരുഷന്മാര്. സ്ത്രീകള് അവരുടെ മാലയില് ഈ കുരിശ്, അത് വെള്ളി കൊണ്ടും ഓക്കെ, പുരുഷന്മാര് തടി കൊണ്ടുള്ള കുരിശാണ്, അവർക്ക് സ്വർണം വലിയ താല്പര്യമില്ല, കള്ളാണ് അവർക്ക് താല്പര്യം. തടി കൊണ്ടുള്ള കുരിശാണ് കുടുമയിൽ വെക്കുക. സ്ത്രീകൾക്ക് സ്വർണമാണ് താല്പര്യം, അവര് ഈ കുരിശ് മാലയിൽ കോർത്തിടുന്നു. പിന്നെ പള്ളിയുടെ നേരെ മുമ്പിലായി കുരിശടി, ആ കുരിശടിയിൽ ഉണ്ടായിരുന്നത് മാർ തോമസ് ലീവ കുരിശാണ്. ഈ മാനിക്കയം കുരിശ് എന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്ന എറണാകുളത്ത് എത്രയോ പള്ളികളിലാണ് ഈ കുരിശടിയിൽ മാർ തോമസ് കുരിശല്ലേ വെച്ചിരിക്കുന്നത്. ഇരിങ്ങാലക്കുട രൂപതയിൽ പല പള്ളികളും പഴയ പള്ളികളൊക്കെ പോയി നോക്കിയാൽ അതിന് മുമ്പിലുള്ളത് മാർ തോമസ് കുരിശന്റെ രൂപത്തിലല്ലേ വെച്ചിരിക്കുന്നത്. അങ്ങനെയല്ലേ കുരിശ് സ്ഥാപിച്ചിരിക്കുന്നത്. അത് ഇപ്പൊ ഈ അടുത്ത കാലത്ത് സ്ഥാപിച്ചു വന്നല്ലല്ലോ, 14, 15, 16 നൂറ്റാണ്ടുകളിലൊക്കെ ഉള്ളതല്ലേ. മൂന്നാമത്തത് ഈ മധുബഹയില് മാർ തോമസ് ലീവ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ ദൈവശാസ്ത്രവും ചേർത്ത് വെച്ചുകൊണ്ട് അവതരിപ്പിച്ചിരുന്നു. ഇങ്ങനെയാണ് സ്ലീവായോടുള്ള വണക്കം. പിന്നെ നമുക്കറിയാം റാസകുർബാനയിൽ സ്ലീവം മുത്തിക്കലും അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മിഷണറിമാരുടെയും സഞ്ചാരികളും ഒക്കെ വിവരണങ്ങളിൽ നമുക്കറിയാം. നമ്മുടെ സഭയിൽ ഈ മാർ തോമസ് ലീവയുടെ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്, പറയാൻ നമുക്ക് നേരം ഒരുപാട് വൈകിയതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. കാശ്മീരിലെ ലഡാക്കിൽ നിന്ന് 8-ാം നൂറ്റാണ്ടിൽ ഉള്ള ഒരു മാർ തോമസ് ലീവ കണ്ടെടുത്തിട്ടുണ്ട്. MST വൈദികരാണ് അത് കണ്ടെടുത്തത്. ഗോവയിലെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന, അതായത് മാർ തോമസ് ലീവ രക്തസാക്ഷിത്വം വരിച്ച കുന്തത്തിന്റെ മുന സൂക്ഷിച്ചു വെക്കാൻ ഉപയോഗിച്ചിരുന്ന കൽത്തൂണിൽ സ്ലീവ കൊത്തിവെച്ചിട്ടുണ്ട്. ചങ്ങനാശ്ശേരി മെത്രോപൊളിറ്റൻ പള്ളി അങ്കണത്തിലെ പഴയ പള്ളിയിൽ 14-ാം നൂറ്റാണ്ടിലെ സ്ലീവ കാണാൻ സാധിക്കും. പുരാതന നസ്രാണികളുടെ ഭവനങ്ങളിലും ഈ ഇത്തരം സ്ലീവകൾ കാണാം. ചുരുക്കത്തില് ഒരുപാട് പ്രാചീനമായിട്ടുള്ള സംഗതിയാണിത്. സ്വാഭാവികമായിട്ടും നമുക്കൊരു ചോദ്യം ഇവിടെ ഉണ്ടാകാം. എന്താണ് ചോദ്യം? എന്തുകൊണ്ടാണ് പിന്നെ ചിലര് ഇത് മാനിക്കയൻ കുരിശാണ്, പാഷാണ്ഡത പഠിപ്പിക്കുന്ന കുരിശാണ് എന്ന് ആരോപിക്കുന്നത്? ഇതിനെ മാനിക്കയൻ കുരിശ് എന്ന് പറഞ്ഞ് പലരും ആക്ഷേപിക്കുന്നത് എന്തുകൊണ്ട്? ഇതിന് ഉത്തരം ഒരുപാട് പേര് നൽകിയിട്ടുണ്ട്. അതൊന്ന് ക്രോഡീകരിച്ചിട്ട് മണ്ണുറം പറമ്പിലച്ചൻ ഒരു ബുക്കിലെറ്റ്, ഒരു ചെറിയ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഞാൻ അതിലത്തെ ഏതാനും പാരഗ്രാഫുകൾ ഒന്ന് വായിക്കുകയാണ്. അപ്പോൾ വളരെ ശക്തമായ ഒരു തെളിവാകുമല്ലോ. ആദ്യമായി മാർ തോമസ് ലീവായെ മാനിക്കേസുമായി ബന്ധിപ്പിച്ചത് ഒരു പി വി മാത്യു ആണ് 1974. ഈ വളരെ കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിൽ ക്രൈസ്തവതയെക്കുറിച്ച് മാത്രമല്ല ചരിത്രത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചുമെല്ലാം വളരെ വിചിത്രമായ ആശയങ്ങളുണ്ട്. അങ്ങാരുടെ ഭാവനയിൽ വിരിഞ്ഞതാണ് ഈ മാർ തോമസ് ലീവ എന്ന് പറയുന്നത് മാനിക്കയൻ കുരിശാണെന്ന്. അദ്ദേഹം ഈ PV മാത്യു അങ്ങനെ 74-ലും 77-ലൊക്കെ ഇങ്ങനെ അവതരിപ്പിച്ചു. ആ ചുവട് പിടിച്ച് PK മാത്യു
മറ്റൊരു മാത്യു, PK മാത്യു, ഏറ്റുമാനൂരുള്ള മാത്യു 1991 മെയ് മാസത്തെ അസീസി മാസികയിലൂടെ ഈ മാർത്തോമാ സ്ലീവ മാനിക്കായും കുരിശാണ് എന്നത് പ്രചരിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. അതിനൊരു കാരണമുണ്ട്. 1988 അതിനൊരു വർഷം മുമ്പ് ഈ അതിരമ്പുഴ പള്ളിയുടെ കാര്യം പറയാൻ പോണേ, അവിടെ ഞാൻ വേദപാഠം പഠിപ്പിച്ചിരുന്നു. 1988 ഏപ്രിൽ മാസം 21 അതിരമ്പുഴ പള്ളിയിലെ മധുബകയിൽ നിന്ന് ക്രൂശിത രൂപം മാറ്റി മാർത്തോമാ സ്ലീവ പ്രതിഷ്ഠിച്ചു. 1963 ക്രൂശിത രൂപം വെച്ചത്. അതൊരു മാർത്തോമാ സ്ലീവയായിരുന്നു. 1963 ഇത് വെച്ചെന്നുള്ളത് തെളിവൊക്കെ ഉണ്ട്. അപ്പൊ അത് മാറ്റി 1988 കുരിശുരൂപം മാറ്റി മാർത്തോമാ സ്ലീവ നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് മാർത്തോമാ സ്ലീവ സ്ഥാപിച്ചു. അപ്പൊ അതിനെതിരെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ PK മാത്യു ഇത് മാനിക്കാൻ കുരിശാണ് എന്നെല്ലാം പറഞ്ഞിട്ട് 1991 അതായത് 88 കുരിശ് സ്ഥാപിച്ചു. അപ്പോ 91 പ്രതികരിക്കുന്നത് ഇല്ലേ? കോട്ടയത്ത് വെച്ച് അടി കിട്ടി എറണാകുളത്ത് വന്നപ്പോഴാണ് വേദനിച്ചെന്നുള്ള മട്ടിലാണ്. അത് 2 കൊല്ലം കഴിഞ്ഞിട്ടാണ്. അപ്പൊ എന്ന് വെച്ചാൽ വളരെ ഗൂഢാലോചന നടത്തിയിട്ടാണ് ഇത് മാനിക്കാൻ കുരിശാണ് എന്ന തരത്തിൽ അവതരിപ്പിക്കാൻ തുടങ്ങിയത്. ഇത് മാനിക്കാൻ കുരിശാണ് എന്ന് പറയുന്നവര് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ നമുക്കൊന്ന് കാണാം. ഒന്ന്, 3-ാം നൂറ്റാണ്ടില് റൂഹാദ് കൂദാശ തമ്പുരാന്റെ മനുഷ്യാവതാരമാണ് താൻ എന്ന് മാനി എന്നൊരാൾ അവകാശപ്പെട്ടിരുന്നു. മാനി അയാൾ സ്ഥാപിച്ച മതത്തെയാണ് ഈ മാനിക്കാൻ മതം എന്ന് പറയണേ. ഈ പുതിയ മതസ്ഥര് തങ്ങളുടെ ദേവാലയങ്ങളിൽ വിശ്വാസികളുടെ വണക്ക വസ്തുവായി പ്രത്യേക പ്രതീകങ്ങളോട് കൂടിയ ഒരുതരം കുരിശ് പ്രതിഷ്ഠിക്കുകയുണ്ടായി. അവര് പറയുന്ന ന്യായമാണ് കേട്ടോ ഞാൻ പറയണേ. ആ കുരിശിന്റെ തനി പകർപ്പാണ് ഈയിടെ മാർത്തോമാ കുരിശ് എന്ന പേരിൽ നമ്മുടെ ദേവാലയ സ്ഥാനം പിടിച്ചിരിക്കുന്ന പേർഷ്യൻ കുരിശ്. അസീസി മാസികയില് മെയ് 1991 PK മാത്യു പേജ് 24. കുരിശിനടിയിലായി കാണിച്ചിരിക്കുന്ന താമരപ്പൂവല്ല, നന്മയുടെ ലോകങ്ങളിലേക്ക് തിന്മയുടെ ആകർഷകത്തെ കടത്തിവിടാതിരിക്കാൻ മാനി നിർമ്മിച്ച സംരക്ഷണ വലയങ്ങളുടെ പ്രതീകമാണ്. ഇതേ പുസ്തകത്തിൽ ഇതേ പേജിൽ കുരിശിന്റെ മുകളിൽ പ്രാവ് സാക്ഷാൽ മാനി തന്നെയാണ്, പരിശുദ്ധാത്മാവല്ല. ഇതിനെല്ലാം സാധൂകരിക്കുന്നതാണ് ഇതിന് ചുറ്റുമുള്ള ഈ പാഹ്ലവി ലിഖിതങ്ങളുടെ വ്യാഖ്യാനം. ഈ മാത്യു നൽകുന്ന വ്യാഖ്യാനം ഇതാണ്. ഈ 3 കാരണങ്ങൾ പറഞ്ഞിട്ടാണ് ഇത് മാർത്തോമാ സ്ലീവയല്ല മാനിക്കാൻ കുരിശാണ് എന്ന് PK മാത്യു ഇങ്ങനെ അവതരിപ്പിക്കാൻ തുടങ്ങിയത്. അത് കേട്ട പാടെ കേൾക്കാത്ത പാടെ കുറെ പേര് അത് ശരിയാണെന്ന മട്ടില് അങ്ങ് തുടങ്ങി. ഈ തെക്കൻ ബാബിലോണിയയില് ഇപ്പോഴത്തെ ഇറാഖ് ക്രിസ്തുവർഷം 216 ഏപ്രിൽ 14 ഈ പറഞ്ഞ മാനി ജനിച്ചത്. കുബ്രിക്കസ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര്. വെളിപാടുകളെ തുടർന്ന് മാനി എന്ന പേര് സ്വീകരിച്ച് തന്റെ മതസംഹിതയുടെ പ്രചാരണം ആരംഭിച്ചു. സ്വരവാർഷണ മതത്തിൽ നിന്നും മറ്റും പല എതിർപ്പുകളും നേരിടേണ്ടി വന്നു. ഒരുപാട് യാത്രകൾ നടത്തി. അങ്ങനെയാണ് ഈ മാനിക്കേയൻ. തീർച്ചയായിട്ടും അദ്ദേഹം ക്രിസ്തുമതത്തിൽ നിന്നും ധാരാളം പ്രതീകങ്ങൾ സ്വീകരിച്ചു. പക്ഷേ ക്രിസ്തുമതത്തിന്റെ ഒരു വകുപ്പോ ഇപ്പൊ നമ്മുടെ ഈ പെന്തക്കോസ്തക്കാര് യഹോവസാക്ഷികൾ എന്ന് പറയുന്നത് പോലെയുള്ള ഒരു പാട്ടാണ്ട വിഭാഗം പോലും ആയിരുന്നില്ല മാനിക്കേയൻ. ചില പ്രതീകങ്ങൾ ഉപയോഗിച്ചു എന്നല്ലാതെ അതൊരു പുതിയ മതമായിരുന്നു. പുതിയ മതം. ആ പുതിയ മതം അനുസരിച്ച് മാനിയാണ് പാരക്ലേത്ത. ഇപ്പൊ ചില മുസ്ലിം സഹോദരന്മാര് മുഹമ്മദാണ് പാരക്ലേത്ത എന്ന് പറഞ്ഞ് നടക്കുന്നില്ലേ? അതുപോലെ മാനി പറഞ്ഞു മാനിയാണ് പാരക്ലേത്ത. ആ പാരക്ലേത്തയുടെ അവതാരമാണ് ഞാൻ എന്നുള്ളതാണ് മാനിയുടെ മതം. അത് ഒരു പുതിയ മതമാണ്. ക്രിസ്തുമതത്തിന്റെ ഒരു ഉപവിഭാഗം പോലുമല്ല, ഒരു പാഷാണ്ഡ വിഭാഗം പോലുമല്ല, അത് ഒരു സെക്ട് പോലുമല്ല, ഒരു പുതിയ മതമാണ്. നിങ്ങൾക്ക് ഇതേക്കുറിച്ച് എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കൊക്കെ വായിച്ചു നോക്കാം. ഗ്നോസ്റ്റിസിസം എന്ന് പറയുന്ന ജ്ഞാനവാദത്തിന്റെ ചുവട് പിടിച്ചിട്ടുള്ള ഒരു പുതിയ മതമാണ്. പക്ഷെ ചിഹ്നങ്ങൾ പലതും ഇപ്പം ഇസ്ലാമില് പല ക്രിസ്തീയ ചിഹ്നങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ മാനിയും ചില ചിഹ്നങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ മാർത്തോമാ സ്ലീവായും മാനിക്കായന്റെ മതവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അതാണ് നമുക്ക് ചർച്ച ചെയ്യണം. ഈ PK മാത്യു ആരോപിച്ചതുപോലെയും PK മാത്യുവിന്റെ ആരോപണം അപ്പാടെ അല്ലേ തൊണ്ട തൊടാതെ വിഴുങ്ങിയ കുറെ പേരുണ്ട്. അവരുടെയും ആരോപണങ്ങൾക്ക് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തതായി, മാനിക്കയർ തങ്ങളുടെ ദേവാലയങ്ങളിൽ വണക്ക വസ്തുവായി ഒരു പ്രത്യേക തരം കുരിശ് സ്ഥാപിച്ചു എന്നാണല്ലോ ഇവർ പറയണേ. PK മാത്യു ഒക്കെ കൂട്ടരും പറയണേ. അത് തന്നെ തീർത്തും അടിസ്ഥാനരഹിതമാണ്. കാരണം കുരിശെന്നല്ല,
ഒരു തരത്തിലുള്ള പ്രതീകങ്ങളും അവർ ആരാധനയ്ക്ക് ഉപയോഗിക്കാൻ അവർ സമ്മതിച്ചിരുന്നില്ല. ഏതാണ് നമ്മുടെ പെന്തക്കോസ്ത യഹോവസാക്ഷികളെ പോലെയാ. അതെല്ലാം വിഗ്രഹാരാധനയായിട്ടാണ് മാനി കണ്ടിരുന്നത്. അതുകൊണ്ട് കുരിശനല്ല ഒരു പ്രതീകങ്ങളും അവർ ആരാധനയ്ക്ക് ഉപയോഗിച്ചിരുന്നില്ല. ഒന്നാമത്തെ കാര്യം. അപ്പൊ ഈ പി കെ മാത്യു പറഞ്ഞ കാര്യം അത് ഇല്ലേ, അവർ ഉപയോഗിച്ചിരുന്നത് വെറും ഭാവന സൃഷ്ടിയാണ്. സത്യവുമായിട്ടും ചരിത്രമായിട്ടും യാതൊരു ബന്ധവുമില്ല. 2, ഈ മാനിക്കേയൻ കുരിശ് സിദ്ധാന്തം പി കെ മാത്യു പറഞ്ഞ ഇല്ലേ, അദ്ദേഹം പറഞ്ഞത് ഈ മാനിയാണ് കുരിശ് സ്ഥാപിച്ച് അതിന്റെ വണക്കം തുടങ്ങിയെന്നാണ്. എന്തൊരു വിഡ്ഢിത്താ അത്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് ഇല്ലേ. യഹൂദന്മാർ തന്നെ കുരിശ് ഉപയോഗിച്ചിരുന്നു. 2-ാം നൂറ്റാണ്ടിൽ ഇറാഖിലൊക്കെ ഈ കുരിശിന്റെ ഇതുണ്ടായിരുന്നു. പിന്നെ പക്ഷെ സഭയിൽ ഔദ്യോഗികമായിട്ട് വണക്കം തുടങ്ങുന്ന 4-ാം നൂറ്റാണ്ടിൽ ഈ ഹെലന രാജ്ഞി കുരിശ് കണ്ടെടുത്തുമായിട്ട് ബന്ധപ്പെട്ട. അതുകൊണ്ട് തന്നെ ഈ പി കെ മാത്യു പറയുന്ന കാര്യങ്ങൾക്ക് യാതൊരു ചരിത്രപരമായ അടിസ്ഥാനമില്ല. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് ഈ കുരിശിന് താഴെ ഉള്ളത് താമരയുടെ ഇലകളല്ല, ഈ നന്മയുടെ ലോകം തിന്മയുടെ ലോകം. അത് തമ്മിൽ ഇല്ലേ അതാണ് ഈ ജ്ഞാനവാദം പറയുന്നത് നന്മയും തിന്മയിൽ സംഘർഷം മാത്രമാണ്. ആ 2 ലോകങ്ങൾ, തിന്മയുടെ ലോകം നന്മയുടെ ലോകം, അതിനെ പ്രതിദാനം ചെയ്യുന്നതാണ് ഈ താമരയുടെ ഇതളുകൾ എന്നാണ് ഈ പി കെ മാത്യുവിന്റെ ഭാഷ്യം. അത് തന്നെ തെറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിന്റെ ഈ ഏദൻ തോട്ടത്തിന്റെ കഥയെല്ലാം പറഞ്ഞു. അതിലേക്ക് ഒരല്പം സാംസ്കാരിക പൈതൃകം കൂടി നമുക്ക് കൊണ്ടുവരാനുണ്ട്. തോമസ് ലീഗ കേരളത്തിൽ വന്നപ്പോൾ അന്ന് പലരും വിചാരിക്കുന്ന പോലെ ഹിന്ദുക്കള് കേരളത്തിലില്ല. ഹിന്ദുക്കൾ കേരളത്തിൽ വരുന്നത് AD 400-ലാണ്. നിങ്ങൾ കേരള സാഹിത്യ അക്കാദമിയുടെ MT വാസുദേവൻ നായർ അധ്യക്ഷനായിരിക്കുമ്പോൾ ഇറക്കിയ ഈ കേരള സാഹിത്യ അക്കാദമിയുടെ ഡയറി ഉണ്ട്, അതിന്റെ ചരിത്രമുണ്ട്, കേരള ചരിത്രമുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കിയോളൂ. അവിടെ കേരളത്തില് ഹിന്ദുക്കളില്ലായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് ബുദ്ധമതക്കാര്, ജൈനമതക്കാര്, ദ്രാവിഡ മതക്കാര്, യഹൂദന്മാര്, ഇങ്ങനെയുള്ള വിഭാഗങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. യഹൂദന്മാര്, ദ്രാവിഡ മതക്കാര്, ബുദ്ധമതക്കാര്, ജൈനമതക്കാര്. അപ്പോൾ ബുദ്ധമതത്തിന്റെ ചിഹ്നമായിരുന്നു താമര. ബുദ്ധമതമായിരുന്നല്ലോ ഏറ്റവും സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രചാരമുണ്ടായിരുന്നത് ആദ്യത്തെ 5 നൂറ്റാണ്ടുകള്. ആ സമയത്ത് ഏറ്റവും കൂടുതൽ മാനസാന്തരങ്ങൾ, ക്രിസ്തുമതത്തിലേക്ക് മാനസാന്തരങ്ങൾ വന്നത് ബുദ്ധമതത്തിൽ നിന്നാണ്. ജൈനമതം ക്ഷയിച്ചു തുടങ്ങി. പിന്നീട് AD 400 ഹിന്ദുക്കൾ വന്നു. പിന്നെ ഭക്തി പ്രസ്ഥാനത്തിലൂടെ 8-ാം നൂറ്റാണ്ടായപ്പോഴേക്കും ഹിന്ദുക്കൾ വളരെ എന്താ പറയുക ശക്തി പ്രാപിച്ചു. അപ്പോൾ ബുദ്ധമതം ക്ഷയിച്ചു. അങ്ങനെ ബുദ്ധമതത്തിന്റെ പല അമ്പലങ്ങളും ഹിന്ദുക്കള് കയ്യേറി അങ്ങനെ രൂപാന്തരപ്പെടുത്തി. അങ്ങനെ കാലടിയിൽ ശങ്കരൻ ജാതി വ്യവസ്ഥ നടപ്പാക്കി 8-ാം നൂറ്റാണ്ടില്. അപ്പൊ അതിന് മുൻപ് തോമസ് ലീഗ വരും. അപ്പോൾ നമ്മൾ ചോദിക്കാം, അപ്പൊ നമ്പൂതിരിമാരെ മാനസാന്തരപ്പെടുത്തി എന്ന് പറയുന്ന കഥയോ? അത് ശരി തന്നെ. പക്ഷെ നമ്പൂതിരിമാരെന്ന് പറയുന്നത് ഈ ബുദ്ധമതത്തിലെ വിഹാറിലെ പൂജാരിമാരാണ്, ബുദ്ധവിഹാറിലെ പൂജാരിമാര്, അല്ലാതെ ഹിന്ദുക്കളായിരുന്നില്ല. അപ്പോൾ അവരെ പിന്നെ പൂണൂലിട്ടായിട്ട് ഹിന്ദുക്കളാക്കി മാറ്റുകയാണ്. ബുദ്ധവിഹാറിലെ പൂജാരിമാരെയാണ് നമ്പൂതിരിമാരെന്ന് വിളിച്ചിരുന്നത്. ചുരുക്കത്തിൽ നമ്മള് ഈ പറവൂര് പള്ളിയിൽ ചെല്ലുമ്പോൾ ഇപ്പോഴത്തെ ആളുകൾ പോലും ഗൈഡ് പോലും ചിലപ്പോൾ പറയാ ഹിന്ദുക്കളെന്ന് പറയാ. ഹിന്ദുക്കളല്ല, ജൈനമതക്കാരായിരുന്നു. അവിടെ പാലയൂര് ജൈനമതക്കാരായിരുന്നു, അല്ലെങ്കിൽ ബുദ്ധമതക്കാരായിരുന്നു, അല്ലാതെ ഹിന്ദുക്കളല്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ജൈനമതവും ബുദ്ധമതവും ക്ഷയിച്ചു കഴിഞ്ഞപ്പോൾ അവരിൽ പലരും ഹിന്ദുമതം സ്വീകരിച്ചിട്ടുണ്ടാകാം. അത് പിന്നീട് 4-ാം നൂറ്റാണ്ടിന് ശേഷം. തോമസ് ലീഗ വരുമ്പോൾ അങ്ങനെയല്ല. തോമസ് ലീഗ വരുമ്പോൾ സാംസ്കാരികമായിട്ട് നോക്കിയാലും മതപരമായി നോക്കിയാലും ബുദ്ധമതക്കാരായിരുന്നു പ്രബലര്. പിന്നെ ദ്രാവിഡ മതക്കാര്. ദ്രാവിഡം എന്ന് പറഞ്ഞാല് ഈ പൂർവികരെ സ്മരിക്കുക, പ്രകൃതിയെ ആരാധിക്കുക, അതിനെയാണ് ഈ ദ്രാവിഡ മതം നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ പ്രകൃതി മതങ്ങള്, പിന്നെ ആകാശ ശക്തികളൊക്കെ പൂജിക്കുന്ന ആ രീതിയാണ് ദ്രാവിഡ മതം എന്ന് നമ്മൾ പറയണേ. കാനാന്യരുടെയൊക്കെ രീതി എന്ന് പറയല്ലോ നമ്മള്. മെസപ്പൊട്ടോമിയയില് ആകാശഗോളങ്ങൾ ആരാധിക്കുന്നവര്, കാനാന്യര് പ്രകൃതി ശക്തികളെ ആരാധിക്കുന്നവര്, മലകളെ ആരാധിക്കുന്നവര്, വൃക്ഷങ്ങളെ ആരാധിക്കുന്നവര്, അതിനൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും കൂടുതൽ ബുദ്ധമതത്തിൽ നിന്നാണ് നമുക്ക് ക്രിസ്തുമതം സ്വീകരിച്ചവര്. അപ്പോൾ ആ ബുദ്ധമതത്തിന്റെ ചിഹ്നമായിരുന്നു താമര. അതിനുമേൽ ക്രിസ്തുവിന്റെ വിജയം, ആ അർത്ഥത്തിലാണത്. അല്ലാതെ ഈ പി കെ മാത്യു കണ്ടുപിടിച്ച നന്മയുടെ ലോകവും തിന്മയുടെ ലോകം തമ്മിൽ വേർതിരിക്കാൻ വേണ്ടി മാനി ഉണ്ടാക്കിയ സംഗതിയല്ല ഈ താമര ഇതള്. പിന്നെ പറയുന്ന സംഗതി, മാനി പാറക്കളത്തെന്ന് വാദിച്ചിരുന്നു, സ്വയം വിചാരിച്ചിരുന്നു, പഠിപ്പിച്ചിരുന്നു. ശരിയാണ്, തീർച്ചയായിട്ടും ശരിയാ. പക്ഷേ പ്രാവാണ് ഈ പാറക്കളത്തായുടെ ചിഹ്നമെന്ന് മാനി ഒരിക്കലും പറഞ്ഞിട്ടില്ല. പാറക്കളത്ത താനാണെന്ന് മാനി അവകാശവാദം ഉന്നയിച്ചിരുന്നു.
പക്ഷേ പ്രാവാണ് ഈ പാറക്കളയത്തിന്റെ ചിഹ്നമെന്ന് മാനി ഒരിക്കലും പറഞ്ഞതായിട്ട് ഇതുവരെ നമുക്ക് തെളിവുകളില്ല. മാത്രമല്ല, ഇനി അങ്ങനെ പറഞ്ഞാൽ പോലും ഈ മാനിയാണോ പരിശുദ്ധാത്മാവിനെ പ്രാവായിട്ട് അവതരിപ്പിച്ചത്? ഉൽപ്പത്തി പുസ്തകത്തിലും ലേവ്യരുടെ പുസ്തകത്തിലും പിന്നെ പുതിയ നിയമത്തിലെ എല്ലാ സുവിശേഷകന്മാരും പ്രാവിന്റെ ദേഹരൂപത്തിൽ പരിശുദ്ധാത്മാവ് യേശുവിന്റെ മേൽ വന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് സുവിശേഷങ്ങള്. അപ്പൊ മാനിയാണ് പാറക്കളത്തയെ പ്രാവായിട്ട് ആദ്യം അവതരിപ്പിച്ചത് എന്ന് പി കെ മാത്യു പറഞ്ഞ് ശരിയാണെങ്കിൽ സുവിശേഷങ്ങളൊക്കെ മാനി കേസാണ്. സുവിശേഷങ്ങൾ മാനി കേസായിട്ട് മാറും. വെറുതെ തട്ടിപ്പാണ് പി കെ മാത്യുവും അവരെ ഫോളോ ചെയ്യുന്നവരും പറഞ്ഞുണ്ടാക്കിയത്. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങൾ യൂറോപ്പിലൊക്കെ ഒന്ന് ഈ മാർപ്പാപ്പയുടെ കത്തീഡ്രൽ ദേവാലയം, ജോൺ ലാറ്ററൻ സഭ, ലാറ്റർ എന്ന വാക്കിനൊക്കെ അർത്ഥമൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അവിടെ ദേവാലയത്തിന്റെ പ്രധാന ഭാഗത്ത് വെച്ചിരിക്കുന്ന കുരിശിന് മുകളിൽ ഈ പ്രാവുണ്ട്. ലത്തീൻ സഭയിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു, മൈലാപ്പൂരില് ഇല്ലേ, അവർ പ്രാവുള്ള കുരിശാണ് വെച്ചിരിക്കുന്നത്. ഇനി ഇറ്റലിയില് പിയച്ചൻസ എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്, അവിടെയുള്ള കുരിശിന് മുകളിൽ പ്രാവുണ്ട്. മിലാനിലെ പള്ളിയിൽ കുരിശിന് മുകളിൽ പ്രാവുണ്ട്. റവന്ന ഇല്ലേ, ഇറ്റലിയിലെ റവന്ന പള്ളിയിൽ ഇതുണ്ട്, ഈ പ്രാവുണ്ട് കുരിശിന് മുകളിൽ. അപ്പൊ ഈ റോമാ സഭയിലെ കുരിശിന് മുകളിലുള്ള പ്രാവൊക്കെ മാനി കൊണ്ടുവച്ചതാണോ? മാനിക്കായൻ കുരിശാണോ? പി കെ മാത്യു ജീവിച്ചിരിപ്പുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവരെ പിന്തുടരുന്ന എറണാകുളത്തും ഇരിങ്ങാലക്കുടയും തൃശ്ശൂരും കുറച്ച് പേരുണ്ടല്ലോ മാനിക്കായനും വാദികള്. നിങ്ങൾ മറുപടി പറയൂ. ഈ പൊട്ട കിണറ്റിലെ തവളയെ പോലെ പറയാതെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയൂ, രേഖകൾ സഹിതം പറയൂ. ഇനി അവസാനമായിട്ട് ഈ പാഹ്ലവി ഈ ഭാഷ, അത് മാനി ഇല്ലേ, മാനി ഉണ്ടാക്കി മാനി അതിൽ എഴുതി വെച്ചിരിക്കുന്ന പേർഷ്യൻ ഭാഷയിൽ നിന്ന് പറഞ്ഞിട്ടാണ്. പാഹ്ലവി ഭാഷ മാനിക്കാൻ ഭാഷയല്ല, അത് സ്വറവാഷ്ട്ര മതത്തിന്റെ ഭാഷയാണ്. അറബി നാട്ടിലെ സ്വറവാഷ്ട്ര മതം മാനിയെ എതിർക്കുക ചെയ്തത്, മാനിക്കേസ് എതിർക്കുക ചെയ്തത്. മാനിക്ക് സ്വന്തമായിട്ടൊരു ഭാഷയും ലിപിയൊക്കെ ഉണ്ടായിരുന്നു. ഉർഫൻ കയ്യെഴുത്ത് പ്രതികൾ ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം ഭാഷ എടുത്തത്. ഉർഫൻ എന്ന് പറഞ്ഞ ഭാഷയിൽ നിന്ന്. മാനി സംസാരിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒക്കെ ഉപയോഗിച്ചിരുന്ന ഭാഷ ഉർഫനാണ്. അപ്പൊ മാനിയാണ് മാർത്തോമാ സ്ലീബ ഉണ്ടാക്കിയെങ്കിൽ ഉർഫൻ ഭാഷയിലല്ല എഴുതേണ്ടത്, പാഹ്ലവി ഭാഷയിലാണോ? ആണോ? സ്വറവാഷ്യൻ ഭാഷയിലാണോ? അങ്ങോട്ടൊരു മാനിക്കുണ്ടായിരുന്നല്ലോ ഒരു ഭാഷ. ഉർഫൻ എന്ന് പറഞ്ഞിട്ടുള്ള ഭാഷയുടെ കയ്യെഴുത്ത് പ്രതികൾ ഉപയോഗിച്ചിട്ടാണല്ലോ മാനി ഉപയോഗിച്ചിരുന്നത്. അപ്പോ അദ്ദേഹം ഉണ്ടാക്കിയ കുരിശിലെങ്കിലും അദ്ദേഹം ഉപയോഗിച്ച ഭാഷയല്ലേ വേണ്ടത്, അല്ലാതെ അദ്ദേഹത്തെ എതിർത്ത സർവാക്ഷ മതക്കാരുടെ ഭാഷയാണോ വേണ്ടത്? ഇനി അവസാനമായിട്ട് ഈ പൗലോമിയായിട്ട് ബന്ധപ്പെട്ട് ഈ ഡോക്ടർ A.D. ബർണൽ 1873 ഈ പാഹ്ലവി ഭാഷയിൽ എഴുതിയിരിക്കുന്ന മാർത്തോമാ സ്ലീബ ചുറ്റും എഴുതിയിരിക്കുന്ന സംഗതി ഉണ്ടല്ലോ, അതിന്റെ തർജ്ജമ ഏകദേശം ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇൻ പണിഷ്മെന്റ് ബൈ ദ ക്രോസ് ദ സഫറിംഗ് ഓഫ് ദിസ് ഹു ഈസ് ദ ട്രൂ ക്രൈസ്റ്റ് ആൻഡ് ഗോഡ് അബവ് ആൻഡ് ഗൈഡ് എവർ പ്യുവർ. അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇൻ പണിഷ്മെന്റ് ബൈ ദ ക്രോസ്, കുരിശിന്റെ ശിക്ഷയാൽ, ദ സഫറിംഗ് ഓഫ് ദിസ് ഹു ഈസ് ദ ട്രൂ ക്രൈസ്റ്റ്, യഥാർത്ഥ ക്രിസ്തുവായവൻ, മുകളിലെ ദൈവം, ആൻഡ് ഗൈഡ് എവർ പ്യുവർ, ഏറ്റവും ശുദ്ധമായ നിർമ്മലനായ മാർഗദർശി. അങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഈ വാക്കില് ഈ ട്രൂ ക്രൈസ്റ്റ് എന്നുള്ളത് പി കെ മാത്യു എന്ത് ചെയ്യുന്ന അറിയോ? ട്രൂ ക്രൈസ്റ്റ് എന്നുള്ളത് മാറ്റിയിട്ട് ഗോഡ് എന്നാണ് കൊടുക്കുന്നത്, മനഃപൂർവ്വം. ആ ട്രൂ ക്രൈസ്റ്റ് എന്നുള്ളത് തന്നെ മാറ്റിയിരിക്കുക. കാരണം എന്താണ്? മാനി പറഞ്ഞിരുന്നത് മാനിയാണ്, മാനിക്കാൻ ഇതിലത്തെ മാനി പറഞ്ഞത് ഞാനാണ് പാറക്കളേത്ത. അപ്പൊ ട്രൂ ക്രൈസ്റ്റ് അവിടെ എഴുതിയാല് അത് ക്രിസ്തുവിലേക്കുള്ള ചൂണ്ടുക. അത് മാറ്റാൻ വേണ്ടിയാണ് പി കെ മാത്യു ട്രൂ ക്രൈസ്റ്റ് എന്നുള്ള വാക്ക് വിട്ട് കളഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ വ്യാഖ്യാനം കൊടുത്തിരിക്കുന്നത്. അവിടെ ഗോഡ് എന്ന് എഴുതിയിരിക്കുക. അത് പരിശുദ്ധാത്മാവിനെ കാണിക്കാൻ വേണ്ടിയാണ്. ട്രൂ ക്രൈസ്റ്റ് എന്ന വാക്ക് മാറ്റിയിട്ട് ഗോഡ് ആക്കി, ഗോഡ് അബവ് എന്നാക്കി, എന്നിട്ട് അത് പാറക്കളത്തയാണ് എന്ന് പറഞ്ഞിരിക്കുക. അത് ഇത് ഇച്ചിരി കട്ടിയാണ് മനസ്സിലാക്കാനായിട്ട്, നിങ്ങൾ വിട്ട് കളഞ്ഞാലും കുഴപ്പമില്ല. പറഞ്ഞതിന് ചുരുക്കം ഇതാണ്: ബോധപൂർവം ഈ കുരിശിനെ അവഹേളിക്കാനും ഈ കുരിശിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് സഭ അത് കൊണ്ടുവരുമ്പോൾ അതിനെതിർക്കാനും വേണ്ടി പി കെ മാത്യുവും അങ്ങനെയുള്ള ഒരു ഗൂഢാലോചന സിദ്ധാന്തമാണ് ഇത് മാനിക്കാൻ കുരിശാണ് എന്നുള്ള ആ സിദ്ധാന്തം. അതിനാൽ ഇതൊന്നും തന്നെ നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ലെന്ന് മാത്രമല്ല, നമുക്ക് ഈ കുരിശ് നമ്മുടെ ചിഹ്നമാണ്, ദേശീയ പതാക പോലെ ഒരു ചിഹ്നമാണ് നമ്മുടേത്. അത് നമ്മൾ അതിൻ്റെ ദൈവശാസ്ത്രത്തിൽ ഉൾക്കൊള്ളണം.
ഞാൻ ഈ മാനിക്കാൻ ഇതൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ തുടക്കത്തിലുള്ള ആ ഒരു പ്രസാദാത്മകമായ കാര്യം പോയിട്ടുണ്ടാവും. ഞാനതുകൊണ്ട് ഒരു വാക്കുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മൾ ഏലിയ സ്ലീവ മൂശക്കാലത്ത് കുരിശടയാളത്തോടെ വാനമേഘങ്ങൾ പ്രത്യക്ഷനാകുന്ന കർത്താവിനെ കുറിച്ചാണ് ചിന്തിക്കണേ. കുരിശടയാളത്തോടെ വാനമേഘങ്ങളിൽ പ്രത്യക്ഷനാകുന്ന കർത്താവ്, അത് ലിറ്റർജിയിലെ ഒരു ഭാഷയാണ്. തിരുവുത്ഥാനത്തിലൂടെ മഹത്വീകരിക്കേണ്ട മിശിഹായുടെ സാന്നിധ്യമാണ് ഈ വിശുദ്ധ സ്ലീവ. അതുകൊണ്ട് തന്നെ നമ്മുടെ റാസകുർബാനയിൽ സ്ലീവ ചുംബനമുണ്ട്. മനോഹരമായ റാസകുർബാനയിൽ മനോഹരമായ പാട്ടുണ്ട്. സ്ലീവ ചുംബനത്തിന്റെ സമയത്തിൽ പാട്ടുണ്ട്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഈ സ്ലീവ നമ്മുടെ ജീവിതത്തിന്റെ, ആരാധനയുടെ, ആരാധനക്രമത്തിന്റെ, നമ്മുടെ ചരിത്രത്തിന്റെ, ദൈവശാസ്ത്രത്തിന്റെ അവിഭാജ്യമായ ചിഹ്നമാണ്, സജീവമായ അടയാളമാണ്. അതുകൊണ്ട് തന്നെ ഇത് മരണത്തിന്റെ മാത്രമല്ല, പുനരുത്ഥാനത്തിന്റെയും ജീവന്റെയും തൃത്വത്തിന്റെയും സഭയുടെയും ജീവവൃക്ഷത്തിന്റെയും പരിശുദ്ധാത്മാവിന്റെയും ക്രിസ്തീയമായിട്ടുള്ള സകല ചിഹ്നങ്ങളും സന്നിവേശിപ്പിച്ചിരിക്കുന്ന ഒരു അടയാളമാണ്. അതിനാൽ അതിനോടുള്ള ബഹുമാനമുണ്ടാകുക, സഭയോട് കൂറ് പുലർത്തുന്നവർക്കൊക്കെ ഇതിനോട് അഭിമാനം ഉണ്ടാകുക. ഞാൻ തുടക്കം പറഞ്ഞല്ലോ, ദേശീയ പതാക കാണുമ്പോൾ, ത്രിവർണ്ണ പതാക കാണുമ്പോൾ നമുക്കൊരു വികാരമുണ്ട്, ദേശവികാരം, ദേശീയത. അതുപോലെ മാർത്തോമാ സ്ലീവ, അത് നമുക്ക് ആരാധനയുടെ ഒരു വികാരം വേണം. അതുപോലെ തന്നെ ഒരു സഭാവികാരം അതുകൂടി ഉണ്ടാകാനും, അങ്ങനെ നമ്മളെല്ലാവരും ഒന്നിപ്പിക്കുന്ന ചിഹ്നമായി മാർത്തോമാ സ്ലീവ നിലനിൽക്കാനും ഇടയാകട്ടെ.